പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ബിനോയ് ജോർജ്, തൊടുപുഴ MKNM ഹയർ സെക്കൻഡറി സ്കൂളിലെ കോമേഴ്സ് അധ്യാപകനാണ്. വിവിധ കോഴ്സുകളെ പരിചയപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് CMA കോഴ്സിനെ പറ്റിയാണ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി. ഇന്ന് ഈ കോഴ്സിനെ പറ്റി നമ്മളോട് സംസാരിക്കുന്നത് CMA ABM തോമസ് സാറാണ്. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്, ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. CMA കോഴ്സ് നിങ്ങൾക്കറിയാം, ഇന്ന് സയൻസ് സ്ട്രീമിൽ നിന്നും കൊമേഴ്സ് സ്ട്രീമിൽ നിന്നും നിരവധി ആളുകൾ ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. +2 ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള സംശയങ്ങളാണ്: ഏത് കോഴ്സിന് ചേരണം? CAക്ക് പോകണോ, CMAക്ക് പോകണോ, CS-ന് പോകണോ, അതെയോ ACCAക്കാണോ പോകേണ്ടത്? ഇങ്ങനെ നിരവധി സംശയങ്ങളുമായിട്ട് വിദ്യാർത്ഥികൾ അധ്യാപകരെ സമീപിക്കാറുണ്ട്. എന്നാൽ CMA കോഴ്സിനെ പറ്റിയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്താണ് CMA കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ടത്? CMA കോഴ്സിന്റെ സ്കോപ്പ് എന്ത്? CMA കോഴ്സിന്റെ സിലബസ് എന്താണ്? CMA കോഴ്സിന് എത്ര സ്റ്റേജസ് ഉണ്ട്? ഇത് എത്ര നാൾ കൊണ്ട് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റും? CMA കോഴ്സ് പൂർത്തിയാകുമ്പോൾ എന്ത് ചെലവ് വരും? ഇതിന്റെ വിന്നിംഗ് പെർസെൻറ്റേജ് എങ്ങനെ? ഇങ്ങനെ നിരവധിയായ സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. ഈ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫോർവേഡ് അക്കാദമിയാണ്, തൊടുപുഴ ഫോർവേഡ് അക്കാദമിയാണ്. ഇതിനു മുമ്പ് CA കോഴ്സിനെ പറ്റി നമുക്ക് അറിവ് നൽകുന്നതിനായി കേരളത്തിലെ പ്രശസ്തനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CS സോമൻ സാറുമായിട്ട് ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചതും ഈ ഫോർവേഡ് അക്കാദമി തന്നെയാണ്. അതേപോലെ GST ഇംപ്ലിമെന്റ് ചെയ്ത അവസരത്തിൽ ഇടുക്കി ജില്ലയിലെ കൊമേഴ്സ് അധ്യാപകർക്കായി ഒരു ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്തു തന്നു ഫോർവേഡ് അക്കാദമിയാണെന്നുള്ള കാര്യം നന്ദിയോടെ സ്മരിക്കുന്നു. നമുക്ക് വെബിനാറിലേക്ക് പ്രവേശിക്കാം. ബിസിനസിന്റെ രണ്ട് തലങ്ങളുണ്ട്: പ്രീ പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാനാണ് അവിടെ ചെലവ് ചുരുക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. നിങ്ങളൊരു റോ മെറ്റീരിയൽ, ഒരു സാധനം എന്റെ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്, നിങ്ങളുടെ ഫാക്ടറിയിലോട്ട് മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. അതിൽ നിന്ന് 10 പ്രോഡക്റ്റ് ഉണ്ടാക്കാമെന്ന്, ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു പാക്കറ്റ് പാലിൽ നിന്ന് 10 കപ്പ് ചായ ഉണ്ടാക്കാം എന്ന് ഷെഫ് എന്നോട് പറഞ്ഞു, ഹോട്ടലിലെ ഷെഫ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷെഫിനോട് ചോദിക്കും, നിങ്ങൾ ഒരു പാക്കറ്റിൽ നിന്ന് എത്ര കപ്പ് ചായ ഉണ്ടാക്കി എന്ന് ചോദിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് കോസ്റ്റിംഗ് അതോറിറ്റിയാണ്. ദാറ്റ് അതോറിറ്റി ഈസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, CMA. Now, why CMA? അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും കീറി മുറിച്ച് അളന്നു കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഫിനാൻസിലെ ഒരു ഹയർ ഡിഗ്രിയിലാണ് പോകുന്നത്. നമ്മളാണ് ഈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം നടക്കും, ഈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം നടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ആ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ. സോ ഡോക്ടേഴ്സ് ഇൻ ഫിനാൻസ്, ഈ ഡോക്ടേഴ്സ് ഇൻ ഫിനാൻസ് പറയുന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റും കോസ്റ്റ് അക്കൗണ്ടന്റും. ഈ ഡോക്ടേഴ്സിൽ തന്നെ നമുക്കറിയാം കാർഡിയോളജി ഉണ്ട്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. എന്ന് പറയുന്ന പോലെ സ്പെഷ്യലൈസേഷൻ ആണ്. രണ്ടുപേരും ഫിനാൻസ് പ്രൊഫഷണലാണ്. അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ചെലവിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രൊഡക്ഷന് മുമ്പുള്ള, അതായത് പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും. ഒരു ഹോസ്പിറ്റലില് ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഓപ്പറേഷൻ നടക്കണം. ഓപ്പറേഷൻ നടക്കുമ്പോൾ ചില മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഡോക്ടർ പറയുന്നു ഇന്ന മരുന്നുകൾ ഉപയോഗിക്കണം. അപ്പൊ ഞാൻ പറയുന്നു ആ മരുന്നുകൾക്ക് വില കൂടുതലാണ്, ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്യുന്നത് മരുന്നുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ, മെഡിസിൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നോക്കണം. ഏത് സപ്ലയർ ആണ് നല്ല സപ്ലയർ, ആ സപ്ലയറിൽ നിന്ന് കോസ്റ്റ് കുറച്ച് പർച്ചേസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ പല പല രീതികളുണ്ട് പർച്ചേസ് ചെയ്യുന്നതിനും, പല പല രീതികളുണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും. ഒരിക്കലും ഒരു ഡോക്ടറോട് ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്യരുതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പുള്ള ആക്ടിവിറ്റീസിൽ എനിക്ക് പല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റിനെ കീറി മുറിച്ച് ചെയ്യുന്നതായോണ്ട് എ കോസ്റ്റ് അക്കൗണ്ട് ക്യാൻ ബി കമ്പയർഡ് വിത്ത് സർജൻ ഇൻ മെഡിസിൻ. അപ്പൊ ഫിനാൻസിൽ ഞാനൊരു സർജനാണ്. സർജൻ എന്താ ചെയ്യുന്നത്?
ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്, അതായത് കോസ്റ്റ് അക്കൗണ്ടന്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് സർജൻ ഓരോ പാർട്ടും ആ ആവശ്യമുള്ള പാർട്ടുകൾ നോക്കുന്ന പോലെ എവിടെയാണോ ചെലവ് കൂടുതൽ, സർജൻ എന്താ നോക്കുന്നത്, എവിടെയാണോ നമുക്ക് രോഗമുള്ളത് ആ പാർട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു, ആ പാർട്ടിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടുപിടിക്കുന്നത് എന്താണ്, എവിടെയാണോ എനിക്ക് ചെലവ് കൂടി പോകുന്നത്. ചിലപ്പോൾ ഒരാളെ കണ്ടെടുത്ത് പറഞ്ഞ് ഞാൻ 10 പേരെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം, അവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. So I am the doctor in my costing department. That is a function of a cost accountant. അത് മാനുഫാക്ചറിംഗ് സെക്ടർ ആയാലും സർവീസ് സെക്ടർ ആയാലും ഇപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും നാളും നമ്മൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് മാത്രമേ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാല് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ് ഒരു ആഫ്റ്റർ റിലീസ് അല്ലെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. അവരാണ് പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യുന്നത്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ ക്യാമറയാണ്, ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കോസ്റ്റ് അക്കൗണ്ടൻസിനെ എന്താണ് ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ എക്കണോമിക് വേൾഡിൽ എക്കണോമിക് ക്രൈസിസ് ഉള്ളപ്പോ, ഹോൾ വേൾഡിൽ എക്കണോമിക് ക്രൈസിസ് ഉള്ളപ്പോ എല്ലാരും നോക്കുന്നത് എങ്ങനെ ചെലവ് കുറയ്ക്കാം. ആരും ബിസിനസ് കൂട്ടാനൊന്നും നോക്കുന്നില്ല, എങ്ങനെ ചെലവ് കുറയ്ക്കാം. എങ്ങനെ ചെലവ് കുറയ്ക്കാമെന്ന് നോക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെയാണ്. കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ് ഇതിനുള്ള എക്സ്പേർട്സ് എന്ന് പറയുന്നത്. ആ ഒരു സർജറി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആ സർജറി നടത്താൻ യോഗ്യനായിട്ടുള്ള ഒരു ഫിനാൻസ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. സാറേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇതിപ്പം മാൻഡേറ്ററി ആണോ ഒരു CMA വെക്കണം എന്നുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ? ഇതിപ്പം നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കേസിൽ നമ്മൾ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്നാണല്ലോ ഇൻകം ടാക്സിന്റെ ഒക്കെ കേസിൽ. അത് കമ്പൽസറി ആണല്ലോ. ഈ കേസിൽ ചെലവ് ചുരുക്കുക എന്നുള്ളത് ഒരു ഉടമസ്ഥന്റെ ഒരു കമ്പനിയുടെ ഉടമസ്ഥന്റെ സ്വന്തം താല്പര്യം മാത്രമോ അതെയോ ഗവൺമെന്റിന്റെ മാൻഡേറ്ററി ഉണ്ടോ? കമ്പനിയിൽ ഇപ്പൊ സാറ് ചോദിച്ചത് വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാനത് പറയാം. ഒരു കമ്പനിയിൽ ചെലവ് ചുരുക്കുക എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓണറുടെ അനാവശ്യമായ ചിന്തയല്ല, ആവശ്യമായ ചിന്ത തന്നെയാണ്, അല്ലെ? ഒരു ബിസിനസ് ഓണറുടെ ആവശ്യമായ ചിന്ത തന്നെയാണ്. അപ്പൊ ഗവൺമെന്റിന് ഇത് മാൻഡേറ്ററി ആയിട്ടത് ഒരു നിയമപ്രകാരം ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ അപ്പോയിന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതല്ല അവിടുത്തെ ക്രൈറ്റീരിയ. 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് നിയമപ്രകാരം. സാറ് ചോദിച്ചതിന് ഉത്തരം പറയാം. സാറ് ചോദിച്ചതിന് ഉത്തരം, ചില കമ്പനികളിൽ നിയമപ്രകാരം കോസ്റ്റ് അക്കൗണ്ടന്റിനെ വെക്കണമെന്നുണ്ട്. അത് നമുക്ക് വഴിയെ നോക്കാം. എന്നാൽ ഒരു ബിസിനസ് ആക്ടിവിറ്റിയെ സംബന്ധിച്ച് ഈ ക്രൈസിസ് ഉള്ള സമയത്ത്, അതായത് ഇപ്പൊ നമുക്കറിയാം കോവിഡ് പാൻഡമിക്, സെയിൽസ് എല്ലാം കുറഞ്ഞു. സെയിൽസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? കോസ്റ്റ് ചുരുക്കാൻ നോക്കണം. ആരെ കോസ്റ്റ് ചുരുക്കുന്നത്? ചുമ്മാ കുറെ ആൾക്കാരെ പറഞ്ഞു വിട്ടു, ചുമ്മാ കുറെ പ്രോഡക്റ്റ് വേണ്ടാന്ന് വെച്ചു. എനിക്ക് 10 പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ 5 പ്രോഡക്റ്റ് വേണ്ടാന്ന് വെച്ചു. ഇതാരാ തീരുമാനിക്കുന്നത്? അപ്പൊ ഞാൻ തീരുമാനിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടന്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് അക്കൗണ്ടന്റ് കറക്റ്റ് ആയിട്ട് തീരുമാനിക്കാം ഇതിലേതൊക്കെ പ്രോഡക്റ്റ് ആണ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതിലേതൊക്കെ പ്രോഡക്റ്റ് ആണ് കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതിലേതൊക്കെ പ്രോഡക്റ്റില് കമ്പനി വർക്ക് ചെയ്താൽ ലാഭം ഉണ്ടാകുന്നില്ല, നഷ്ടം ഉണ്ടാകുന്നില്ല, മെച്ചം ഉണ്ടാകുന്നില്ല എന്ന് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ ഡിസൈഡ് ചെയ്യാം. അത് ഡിസൈഡ് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് പറയുന്നത് ആരാണ്? കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പോ ഒരു നിയമത്തിന്റെ സാധ്യത എന്ന് പറയുന്നതിനും കൂടുതലായിട്ട് എല്ലാ ബിസിനസ്മാനും ഇപ്പോൾ ഈ എക്കണോമിക് ക്രൈസിസിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ സാറേ? ക്ലിയർ ആണ്. ഇനി ഈ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നത് ആരാണ്? ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഇത് പറയണ്ടേ, ആരാണ് ഇത് നടത്തുന്നത്? ഇത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? പ്രൈവറ്റ് സ്ഥാപനം ഏതെങ്കിലും ഡൽഹിയിലുള്ള അല്ലെങ്കിൽ കൽക്കട്ടയിലുള്ള പ്രൈവറ്റ് സ്ഥാപനം നടത്തുന്നതാണോ? അതോ ഇത് ഗവൺമെന്റ് തന്നെ നടത്തുന്നതാണോ? പ്രത്യേകം അറിയാം, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഡയറക്ട് കൺട്രോളിലുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. ഇതില് തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ഗവൺമെന്റ് തന്നെയാണ്. ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇൻഡിപെൻഡന്റ് ബോഡി എന്ന് പറയാൻ ഇതിന്റെ കൺട്രോൾ മുഴുവൻ ആരുടെയിലാണ്? ഗവൺമെന്റിന്റെ കയ്യിലാണ്.
1944 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. പണ്ട് ഇതിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. 2012 മുതൽ ഇതിന്റെ പേര് മാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നാക്കി. അപ്പൊ ഞങ്ങളൊക്കെ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ICWAI എന്നൊക്കെയായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കര പാട് തന്നെയായിരുന്നു പറയാൻ. പക്ഷെ ഇപ്പോ ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, which means that Institute of Chartered Accountants of India, ICAI, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്, രണ്ട് ഫീൽഡ് ആണ് എന്നുള്ളൊരു മാറ്റമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ ക്രൈസിസിൽ ഒരു ബിഹൈൻഡ് ദ ക്യാമറ ആരാണെന്ന് ബിസിനസ് പേഴ്സണൽ ശരിക്കും നോക്കുന്നുണ്ട്, ബിസിനസ് ഓണേഴ്സ് ശരിക്കും നോക്കുന്നുണ്ട്. നമ്മൾ തന്നെ അറിയാം, നമ്മളൊരു ഫിലിം ഇറങ്ങി കഴിഞ്ഞാൽ പണ്ടൊക്കെ ആരാണ് നടൻ എന്ന് മാത്രം നോക്കുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ക്യാമറ ഡീൽ ചെയ്യുന്ന ആരാണ്, ഡയറക്ട് ചെയ്തിരിക്കുന്ന ആരാണ്, കൊറിയോഗ്രാഫി ആരാണ്, ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ബിഹൈൻഡ് ദ സ്ക്രീൻ ആണെങ്കിലും ഇപ്പോൾ, അതായത് ഞങ്ങളൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ്, നമുക്ക് പോപ്പുലാരിറ്റി വലുതായിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു 10-12 വർഷമായിട്ട് കോസ്റ്റ് അക്കൗണ്ടൻസ് ആർ അറ്റ് പാർ വിത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. കാരണം രണ്ടും തുല്യം ചെയ്യല്ല ഞാൻ ചെയ്യുന്നത്, രണ്ടും രണ്ട് സെക്ടറാണ്. കോസ്റ്റിംഗ് സെക്ടറിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ചെയ്യും, ഫിനാൻസ് സെക്ടറിൽ അതായത് പ്രോഡക്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യും. ഗവൺമെന്റ് ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1944 തുടങ്ങി ഗവൺമെന്റിന്റെ കീഴിൽ സെപ്പറേറ്റ് ഒരു ആക്ട് ആയിട്ട്, അതായത് നമ്മൾ പറയല്ലേ ഈ എന്താ പറയുന്നത്, ഇൻകം ടാക്സ് ആക്ട്, ക്രിമിനൽ ആക്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ GST ആക്ട്, കോൺട്രാക്ട് ആക്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ആക്ടിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ള ഒരു കോഴ്സാണ്. ഇത് ഗവൺമെന്റ് എങ്ങനെയാണ് മറ്റുള്ളവർ എത്തിക്കുന്നത്, മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, അതിനാണ് ഈ ഫോർവേഡ് അക്കാഡമി എന്ന് പറയുന്ന അവരുടെ റോൾ അവിടെയാണ് വരുന്നത്. അവര് നമ്മളെ ഈ ഫോർവേഡ് അക്കാഡമി എന്ന് പറയുന്ന അക്കാഡമി നമ്മളെ എന്ത് ചെയ്തു, നിങ്ങളെ പോലുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ച് നിങ്ങളെ ഇതിന് കോച്ച് ചെയ്ത് നിങ്ങളെ ഇതിന് പാസ്സാക്കി എടുക്കുന്നു. എന്ന് പറയുന്നത് ഫോർവേഡ് അക്കാഡമിയുടെ കോഴ്സ് അല്ല. ഫോർവേഡ് അക്കാഡമി ഗവൺമെന്റിന്റെ കോഴ്സ് ചെയ്യുന്നതാണ്. അവരൊരു ഫോർവേഡ് അക്കാഡമി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നു. സോ അവരുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ വിളിച്ച് ഇങ്ങനെ ഒരു നിങ്ങളെ എല്ലാം ഫ്രീ ആയിട്ട് വിളിച്ച് ഇങ്ങനെ ഒരു സെമിനാറിലോട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒറ്റ സെമിനാറില്ല, അവരെല്ലാ കോഴ്സുകളും പറയുന്നുണ്ട്, എനിക്കറിയാം. അപ്പൊ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം, കീറി മുറിക്കുന്നതിലാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ ഫിനാൻസിലാണോ നിങ്ങൾ, അതോ അതിനുശേഷമുള്ള കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അപ്പോ സർജൻ ആവണമെന്നുണ്ടെങ്കിൽ ബിക്കം എ കോസ്റ്റ് അക്കൗണ്ടന്റ്. ഇത് രണ്ടും ഏത് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വരും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വരും. അല്ലാതെ ഫിനാൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടൻസ് മറ്റു ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയല്ല. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിങ്, കോസ്റ്റ് അക്കൗണ്ടൻസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു വിങ്. ആ വിങ്ങിന് പറയുന്ന പേരാണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ചില കമ്പനിയുടെ ഫിനാൻസ് വിങ് എന്ന് പറയുന്ന വേറുണ്ട്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വേറെയുണ്ട്. അപ്പോ കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ബോഡിയാണ്. ICAI അന്നേരം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയും കോസ്റ്റ് അക്കൗണ്ടൻസ് രണ്ടിന്റെയും പേര് ഇപ്പൊ ഏതാണ്ട് സെയിം ആയിട്ടാണല്ലോ വരുന്നത്. ICAI രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുമല്ലോ. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇത് തമ്മിൽ നേരിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ICAI രണ്ടും തമ്മിൽ നേരിട്ട് കണക്ഷൻ ഇല്ല. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് വേണമെങ്കിൽ രണ്ടും ആകാം. ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് വേണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. രണ്ടും ഞാൻ പറയില്ല സാറേ, രണ്ടും വിങ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരു വിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി. ഒന്ന് ആഫ്റ്റർ റിലീസ്, സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അവരുടെ പ്രൈസുകൾ അവരുടെ വരുമാനം എത്ര എന്നൊക്കെയുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതിനു മുമ്പ്
സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇത് നല്ല രീതിയിൽ കോസ്റ്റ് കുറച്ച് റിലീസ് ചെയ്യിക്കാൻ പറ്റുന്നത് എന്ന് നോക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. അത് ഞങ്ങളുടെ ടാഗ് ലൈൻ കണ്ടോ? ഞങ്ങളുടെ ടാഗ് ലൈൻ കണ്ടാൽ സാറിന് മനസ്സിലാവും. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ബിസിനസ് ഡിസിഷൻ ദർ ഈസ് ഓൾവേസ് എ CMA. ഒരു നല്ല ബിസിനസ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആര് കണ്ടിരിക്കും? ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് കണ്ടിരിക്കും. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ബിസിനസ് ഡിസിഷൻ. അതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്കൊരു ബൂസ്റ്റിംഗ്, ഒരു എനർജി കിട്ടുന്നത്. ഒരു പുരുഷന്റെ വിജയത്തിന്റെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നല്ലേ? എന്ന് പറയുന്നത് തന്നെ എല്ലാ ഡിസിഷന്റെ പുറകിലും, എല്ലാ ബിസിനസ് ഡിസിഷന്റെ പുറകിലും ഒരു CMA ഉണ്ടായിരിക്കും. കാരണം CMA അറിയാതെ, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് അറിയാതെ ഒരു നല്ല ബിസിനസ്സിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കില്ല. തീർച്ചയായിട്ടും അവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, പക്ഷെ രണ്ട് വിങ് ആണ്. നമ്മളെപ്പോഴും ഒരു സ്വപ്നം കാണുമ്പോൾ ചെറിയ സ്വപ്നങ്ങളല്ല കാണുന്നത്, നമ്മൾ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വലിയ വലിയ കമ്പനികളിലാണ്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ചാൻസുകളുണ്ട്. അതിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പ് ഈ കോഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ഇന്ത്യയില് പല സെക്ടറുകളുണ്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടൻസി ഡീൽ ചെയ്യാൻ, അല്ലെ കോസ്റ്റ് അക്കൗണ്ടൻസിന് വർക്ക് ചെയ്യാനായിട്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം, മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. ഫിനാൻസ് ഡയറക്ടർ, ഫിനാൻസ് കൺട്രോളർ, ചീഫ് അക്കൗണ്ടന്റ്, കോസ്റ്റ് കൺട്രോളർ എന്നൊക്കെ പറഞ്ഞ പല തസ്തികൾ എന്ന് പറഞ്ഞ പല ഡെസിഗ്നേഷനിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടന്റിന് വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് ക്ലാസ് 1 സർവീസസ്, അതായത് IAS പോലെ തന്നെ ICAS എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു കേഡറുമുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സർവീസസ്, IRS, IFS എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ള ഒരു സർവീസ് ആണ് ICAS എന്ന് പറയുന്നത്. അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു കേഡർ, ഒരു ക്ലാസ് 1 സർവീസ് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സെൻട്രൽ ഗവൺമെന്റിലും ഈ ICAS റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് ഇതിന്റെ സ്കോപ്പിലോട്ട് വരാം. എന്താണ് ഇതുകൊണ്ട് ഉള്ള പ്രയോജനം, ഇത് പാസ്സായാലുള്ള പ്രയോജനം? ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ 2 ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലുള്ളത്. ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസിലോട്ടൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്ന കാര്യം പറയാം, അതിന്റെ റീസൺ ഞാൻ പറയാം. നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാം. നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാം, അതായത് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് ഓഫീസ് കൊടുത്ത് ഇതുപോലുള്ള നമ്മുടെ കമ്പനികളെ നമ്മളെ അപ്രോച്ച് ചെയ്യും. കമ്പനികൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയ കോസ്റ്റിംഗ് അഡ്വൈസസ് കൊടുക്കാം. ഇതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നിരുന്നു 1961. അന്ന് കോസ്റ്റ് അക്കൗണ്ടൻസും ഉണ്ടായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻസും ഉണ്ടായിരുന്നു. അന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഈ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആയിരുന്നു, കോസ്റ്റ് അക്കൗണ്ടൻസ് ബിഹൈൻഡ് ദ ക്യാമറ ആയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസ് അഭിനയിക്കുന്നവരും കോസ്റ്റ് അക്കൗണ്ടൻസ് ഇത് കൺട്രോൾ ചെയ്യുന്നവരുമായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അതുകൊണ്ട് ഈ ക്യാമറയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാരെ എല്ലാവരും പറഞ്ഞു, പുറകിലുള്ള സംവിധായകരെയോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്തവരെ ആരും അറിയാതെ പോയി. അതുകൊണ്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ഇത്രയും പോപ്പുലാരിറ്റി വന്നത്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഞാനും അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ അതിനെ തള്ളി പറയുന്നില്ല, ഞാനും അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കോസ്റ്റ് ക്രൈസിസ് വന്നപ്പോൾ, ഞാനതാ പറഞ്ഞത്, കോസ്റ്റ് ക്രൈസിസ് വന്നപ്പോൾ നമ്മളാണ്, കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്, അവരിലേക്കാണ് ചോദ്യങ്ങളെല്ലാം വരുന്നത്, അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോ ഇപ്പൊ പുതിയൊരു ലോ നിലവിൽ വന്നിട്ടുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട്, GST. നിങ്ങൾ എല്ലാവരും കേട്ട് വേണം, GST എന്ന് പറയുന്ന ഒരു ആക്ട്. ആ GST എന്ന് പറയുന്ന ആക്ടിൽ ഈ ഞങ്ങളെപ്പോലുള്ള കോസ്റ്റ് അക്കൗണ്ടൻസും അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയും ഒരുപോലെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്നത് എന്താണ്? ഇൻകം ടാക്സിന് നമുക്കൊരു പറ്റി എന്താണ്? ഇൻകം ടാക്സിന് നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാല് നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടൻസിന് ഓഡിറ്റ് ചെയ്യാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ്. പക്ഷെ GST വന്നപ്പോഴോ കോസ്റ്റ് അക്കൗണ്ടന്റും ചാർട്ടേഡ് അക്കൗണ്ടന്റും എല്ലാം ഒരുപോലെയാണ്. അതായത് നിങ്ങൾ പാസ്സായി വരുമ്പോൾ
നിങ്ങൾ പാസ്സായി വരുമ്പോൾ നിങ്ങൾ മുൻപന്തിയിലുള്ള ഫിനാൻസ് പ്രൊഫഷണലാണ്. ഞങ്ങളെപ്പോലുള്ള പഴയ പ്രൊഫഷണൽ, ഞങ്ങളിപ്പോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള പഴയ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മുൻകാലത്ത് പാസ്സായിട്ടുള്ള പ്രൊഫഷണൽസ് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ GST ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മുമ്പോട്ട് വരാൻ തുടങ്ങി. കാരണം നമ്മുടെ ഇൻവോൾവ്മെന്റ് അതാണ്. ഗവൺമെന്റ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തു. അതിൽ നമ്മളും ക്യാമറയുടെ മുന്നിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രൊഫഷനും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ 3 വർഷം ഇത് പഠിച്ചെടുക്കാൻ 3 വർഷം എടുക്കും. ഏത് പ്രൊഫഷൻ ആണെങ്കിലും അറിയാമല്ലോ, 3 വർഷം എടുക്കും. ഈ 3 വർഷം കഴിയുമ്പോൾ ഈ പ്രൊഫഷൻ പീക്കിലായിരിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനും പറ്റും. അപ്പൊ ഒരു പ്രൊഫഷണൽ ആകാം, അല്ലെങ്കിൽ ഒരു ജോബ് എടുക്കാം. അപ്പൊ പ്രൊഫഷണൽ ആയി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് ജോബ് ഓപ്പർച്യൂണിറ്റി, അതായത് പ്രൊഫഷണലിനകത്ത് പ്രാക്ടീസിംഗ് ഉണ്ട്, മാനേജ്മെന്റ് കൺസൾട്ടൻസി ഉണ്ട്, ടീച്ചിങ് ഉണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറയുകയാണ്. കാരണം ഈ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പല പല ഫീൽഡിലുണ്ട്. ഫിനാൻസില് എല്ലാ ഫീൽഡിലും, കോസ്റ്റിംഗില് എല്ലാ ഫീൽഡിലും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണ് CMA എന്ന് പറയുന്നത്. ഇതില് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തുന്നുണ്ട്. പാസ്സായി വരുന്ന വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം, അതായത് 1-2 ദിവസം മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിനെ എല്ലാവരും ചെയ്ത് കാണിക്കാം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതില് 1, 2, 3, 4 ഇതെല്ലാം നോക്കിക്കേ. എല്ലായിടത്തും ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കൊൽക്കത്ത ക്യാമ്പസ്, ഡൽഹി ക്യാമ്പസ്, മുംബൈ ക്യാമ്പസ്, ചെന്നൈ ക്യാമ്പസ്, നമ്മളെല്ലാം കേരളത്തിലുള്ളതെല്ലാം ചെന്നൈ ക്യാമ്പസിന് കീഴിൽ വരും. ഇവിടെയെല്ലാം ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ വെറുതെ തള്ളുന്നതാണ് വിചാരിക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഫീസാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ആക്സെഞ്ചർ ടെക്നോളജി 1, 2, 3, 4 5ാമത്തെ ലൈൻ എടുത്ത് വായിച്ചു നോക്കി. ആക്സെഞ്ചർ ടെക്നോളജി കൺസൾട്ടിംഗ് ഓഫർ എ CTC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കമ്പനിയുടെ ചെലവ്, അതായത് കമ്പനി സാലറി കൊടുക്കുന്നത് ₹22 lakhs per annum. ഒരു വർഷം 22 ലക്ഷം രൂപ ചെലവിലാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ ഈ ആക്സെഞ്ചർ എന്ന് പറയുന്ന കമ്പനി ഹയർ ചെയ്തിരിക്കുന്നത്, എംപ്ലോയി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു വർഷം 22 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതാണ് CTC, കോസ്റ്റ് കമ്പനിയുടെ ചെലവ്. അതാണ് 22 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം എത്രയാണോ നിങ്ങൾ 22 ലക്ഷം രൂപ ഡിവൈഡ് ബൈ 12 എടുത്ത് നോക്കിയാൽ മതി. ഏകദേശം ഒരു 1.8 lakhs ഒരു മാസം കിട്ടും. അതാണ് ഇപ്പോഴത്തെ ഫ്രഷ് കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇത് ചുമ്മാ വന്ന് പറയാൻ നിങ്ങൾ വിചാരിക്കും ഇത് ചുമ്മാതെ വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് എന്നോട് ഇന്നലെ ഫോർവേഡിൽ നിന്ന് ഇത് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ എടുത്ത് നോക്കിയപ്പോൾ അവിടെ വന്നതാണിത്. നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് നോക്കി വെരിഫൈ ചെയ്യാം. www.icma.in. അതിന്റെ ഹോം പേജിൽ പോയിട്ട് താഴെ അപ്ഡേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ലിങ്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ എടുത്ത് ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് നോക്കിയാലും മതി. ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജോബ് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് നല്ലതായിട്ട് ഒരു റിയൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോബ് കിട്ടിയ ഒരാൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇനി നമുക്കറിയാം ഈ CMA എന്ന് പറയുന്നത്, നമുക്ക് മുമ്പ് നോക്കുമ്പോൾ അറിയാം CMA എന്ന് പറയുന്നതിന് പല ലെവലുണ്ട്. ഇന്റർമീഡിയറ്റ്, ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നവർ ഇന്റർമീഡിയറ്റ് ലെവൽ, രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നവർ ഫൈനൽ ലെവൽ. ഇന്റർമീഡിയറ്റ് ലെവൽ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി പെട്ടെന്ന് ക്വാളിഫൈ ചെയ്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയിരിക്കും? ഞാൻ പറയുന്നത് നല്ലതല്ലേ ഇത്? ഞാൻ പറയുമ്പോൾ കേട്ടറിവാണ്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ച് പറയാനായിട്ട് CMA അഷിത ബാബു, recently qualified cost accountant and now initially placed at Vedanta and now placed in Oracle. കോട്ടയത്തുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. എന്റെ അയൽവാസിയാണ്, എന്റെ നെയ്ബറാണ്. അതുകൊണ്ടാണ് ഞാൻ അഷിതയെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു അതിൽ കുട്ടികളോട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അഷിതയോട് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ജോബിൽ ഇതിലോട്ട് വന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം ഡ്യൂട്ടിയിലാണ്, വർക്ക് ഫ്രം ഹോം ഡ്യൂട്ടിയിലാണ്. രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന് CMA ദിലീപ് വാര്യർ ആൻഡ് CMA അഷിത ബാബു.
രണ്ടുപേരെ ഞാൻ ഈ മീറ്റിംഗിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് ഹോസ്റ്റ് മിസ് ദിവ്യ മിസ് CMA അഷിത ഒന്ന് രണ്ടുപേരെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാം. രണ്ടുപേരും അഡ്മിറ്റഡ് ആണ് സർ, രണ്ടുപേരും പാർട്ടിസിപ്പൻസ് ആണ് നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഫോർവേഡ് അക്കാഡമിയുടെ പേരിൽ ഞാൻ ആദ്യം CMA അഷിത ബാബുവിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ഇവിടെ പറയുന്നത് ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ച് ആയതുകൊണ്ട് CMA അഷിത ബാബുവിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ചുമ്മാതെ ആൾക്കാർ ഞങ്ങളൊക്കെ ചുമ്മാ പറയുന്നതാണോ അതോ റിയൽ ആയിട്ട് അതുണ്ടോ ഇല്ലയോ എന്ന് ആത്മാർത്ഥതയോടുകൂടി അഷിത ബാബു ഒന്ന് CMA അഷിത ബാബു ഒന്ന് സ്റ്റുഡൻസിനോടൊന്ന് സംസാരിക്കണം. അഷിത, ആർ യു ഓൺലൈൻ? യെസ് സർ. അഷിത മലയാളം കേട്ടല്ലോ അല്ലെ? അപ്പൊ മലയാളത്തില് കുട്ടികളോട് സംസാരിക്കാമോ? ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് മലയാളത്തിലായതുകൊണ്ട് ദയവായി മലയാളത്തിൽ സംസാരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ അഷിത ബാബു. ഞാൻ 2018 ഞാൻ ചെന്നൈ ക്യാമ്പസിൽ കൂടെ പ്ലേസ്ഡ് ആയ ഒരു ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. എന്റെ ജേർണി, എന്റെ കരിയറിനെ സംബന്ധിച്ച് ഏതാണ് ഞാൻ ചെന്നൈ ക്യാമ്പസിൽ കൂടെ പ്ലേസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ഗ്രാജുവേറ്റ് ആൻഡ് സേഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റ്. ബിക്കോസ് അവിടെ നമുക്കാണ് അപ്പർ ഹാൻഡ്. ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനാണ് അപ്പർ ഹാൻഡ്. നമ്മളെ വേണം എന്ന് വെച്ച് നമ്മളെ തിരക്കി നമ്മളെ ഹയർ ചെയ്യാൻ വരുന്ന കമ്പനീസ് ആണ്. ആൻഡ് ഇൻഡസ്ട്രീസിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനീസ് മാത്രമേ അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കൂടെ വരത്തുള്ളൂ. സോ നമുക്ക് ആ ജോബ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. മാത്രമല്ല ഒരു ഫ്രഷറിനെ, ഞാനൊരു ഫ്രഷർ ആയിട്ടാണ് കരുതുന്നത്. എനിക്ക് 6 മാസത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെൻ ഐ ക്വാളിഫൈഡ്. സോ അപ്പോഴത്തേക്കും ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് കിട്ടാവുന്നതിലും ഏറ്റവും നല്ല സാലറിക്കാണ് എന്നെ ഹയർ ചെയ്തത്. സോ ഞാൻ വേദാന്ത ലിമിറ്റഡിലായിരുന്നു പ്ലേസ്ഡ് ആയത്. അവിടെ ഞാൻ 1.5 വർഷം ഉണ്ടായിരുന്നു. സോ നമ്മൾ ക്യാമ്പസിൽ കൂടെ പ്ലേസ്ഡ് ആയുള്ള ഒരാളെന്ന രീതി പറയുകയാണെങ്കിൽ നമ്മുടെ കരിയറിന് ഭയങ്കര ഒരു കിക്ക് സ്റ്റാർട്ടാണ് കിട്ടുന്നത്. നമ്മൾ വേറെ എവിടെയും ജോലി അന്വേഷിച്ച് നടക്കണ്ട, അല്ലെങ്കിൽ നമ്മളെ ഹയർ ചെയ്യുമോ ഇല്ലയോ അങ്ങനെയൊന്നും ആലോചിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സാലറിയെ കുറിച്ച് ആലോചിച്ച് വെറി ചെയ്യേണ്ട. നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് അതും ഭയങ്കര ഒരു വലുതാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പഠിച്ചിറങ്ങിയ ഒരു ഗ്രാജുവേറ്റിന് കിട്ടുന്നത് MCOMോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സോ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോ കഴിഞ്ഞ ഒരാളുടെ ഒരു വിലയല്ല കിട്ടുന്നത്. വി ആർ പ്രൊഫഷണൽസ് ആൻഡ് ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഏത് കമ്പനി പോയാലും കിട്ടുന്നത്. മാത്രമല്ല നമ്മൾ കമ്പനി ഒരു ആദ്യത്തെ ജോബിന് രണ്ടാമത്തെ ജോബിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. സാലറി ബേസ്ഡ് ആണേലും വർക്ക് പ്രൊഫൈൽ ബേസ്ഡ് ആണേലും. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഓറക്കിൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂരാണ് ഓഫീസ്. ബട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. കഴിഞ്ഞ ജൂൺ മുതൽ വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി വളരെ നല്ല നിലയിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അഷിത തന്നെ ഇതിലോട്ട് ചൂസ് ചെയ്തത്. നല്ല നിലയിൽ നല്ല സാലറി ചോദിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു യങ് പ്രൊഫഷണൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പോ ഇവിടെ വന്ന് ഈ ഒരു കാര്യം സ്റ്റുഡൻസിനെ അറിയിച്ചതിന് നന്ദി പറയുന്നു. എനിക്കറിയാം ഡ്യൂട്ടിയിലാണ്, എന്നോട് ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു 1-2 മിനിറ്റ് കിട്ടുള്ളൂ, ഡ്യൂട്ടിയിലാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, അഷിതയുടെ താല്പര്യം, യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. മീറ്റിംഗിൽ വേണേൽ കണ്ടിന്യൂ ചെയ്യാം, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു ഡ്യൂട്ടിക്ക് തടസ്സം വന്നു എന്ന് വരുത്തണ്ട. യു ക്യാൻ ക്യാരി ഓൺ വിത്ത് യുവർ ഡ്യൂട്ടീസ്. താങ്ക് യു വെരി മച്ച് ഫോർ കൺവേയിങ് this much information with us. Thank you Forward Academy. Thank you ma'am. Thank you ma'am. മാമിന് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയത് കുട്ടികളെ സംബന്ധിച്ച് അത് റിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മാമിന്റെ സഹകരണങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ബൈ സർ. ഞാൻ ഈ കോൾ ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്കറിയാം തിരക്കാണെന്ന് എനിക്കറിയാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇതുപോലെ തന്നെ തിരക്കിലുള്ള എന്റെ ഒരു സുഹൃത്താണ് യങ് റീസെന്റ് ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ദിലീപ് എസ് വാര്യർ. യങ് സ്മാർട്ട് കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങള് വീഡിയോയിൽ നോക്കിയാൽ മതി, സ്മാർട്ട് ആണെന്ന് നോക്കിയാൽ മതി. യങ് സ്മാർട്ട് കോസ്റ്റ് അക്കൗണ്ടന്റ്.
ഈ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞപ്പോൾ നേരെ ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പൊ നമുക്കൊരു സംശയം വരും, ലെവൽ 1 കഴിഞ്ഞാൽ ജോലിക്ക് കിട്ടുമോ? നമുക്ക് ചോദിച്ചു നോക്കാം. ഐ എം ഇൻവൈറ്റിംഗ് CMA Dilip Warrier. Dilip, could you please enable your video? Hi. Yes, sir. Hi all. Hi. First of all, First of all, thank you to Forward Academy and CMA Ebiza and invite ചെയ്തതിന്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നതിന് വേണ്ടി പ്ലീസ് ഞങ്ങൾക്കെല്ലാം ഓക്കെ. സോ ഞാൻ ആക്ച്വലി BCom കഴിഞ്ഞതിന് ശേഷമാണ് CMA ജോയിൻ ചെയ്തത്. ആൻഡ് CMA ഇന്റർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു ഇന്റർവ്യൂ കോൾ കിട്ടി. കൊച്ചിയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണ്. അറൌണ്ട് ഒരു സർ ഐ എം റിയലി സോറി ടു എക്സ്ക്യൂസ് ദിലീപ് സർ, ആ വീഡിയോ ഒന്ന് ഓണാക്കി തരുമായിരുന്നെങ്കിൽ, വേറെ അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓണാക്കുമായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. ഹായ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഒരു ഇന്റർവ്യൂ കോൾ കിട്ടി. ആൻഡ് ആക്ച്വലി ആ ഇന്റർവ്യൂ കോള് ഒരു ക്വാളിഫൈഡ് CMA റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന എന്നെ കോൾ ചെയ്തത്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി എനിക്ക് പ്ലേസ്ഡ് ആയി അവിടെ. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു കമ്പനി അറൌണ്ട് ഒരു 1200 to 500 crores ടേൺ ഓവർ ആയിരുന്നു. അതിനുശേഷം എന്നെ കോസ്റ്റിംഗിലാണ് പോസ്റ്റ് ചെയ്തത്. ആൻഡ് പ്രോഡക്റ്റ് കോസ്റ്റിംഗ് ഇപ്പോ ടേൺ ഓവർ പറഞ്ഞത് 1500 കോടി. 1500 രൂപയല്ല, 1500 കോടി. 1500 crores. സോറി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇപ്പോ എബിസാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ 3 ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 കോസ്റ്റ് അക്കൗണ്ട്സും ഉണ്ട്. ആൻഡ് ഈ 3 കോസ്റ്റ് അക്കൗണ്ട്സിന്റെ ഒരു ടീം വർക്ക് കൊണ്ട് ഈവൻ ഈ കോവിഡ് സിറ്റുവേഷനിൽ പോലും ഞങ്ങളുടെ 300 crores ആണ് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്തത്. ഓൺലി ബിക്കോസ് ഓഫ് ദിസ് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ ടീം വർക്ക്, കോസ്റ്റ് റിഡക്ഷൻ ആണ് അതിന്റെ മെയിൻ ഒരു റീസൺ തന്നെ. നൗ റീസെന്റ് ആണ് ഞാൻ ക്വാളിഫൈ ആയത്. ദെൻ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പോലും ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ആ കമ്പനി ഓഫേർഡ് മീ 45% ആണ് എനിക്ക് സാലറി ഹൈക്കും തന്നത്. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇത് കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. സോ ഡിസൈഡ് ഫസ്റ്റ് ലെവൽ, അതായത് ഇന്റർമീഡിയറ്റ് ലെവൽ കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് കയറുകയായിരുന്നല്ലോ. അതെ. അപ്പോ ഈ ഫൈനൽ ലെവൽ ചെയ്യാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ബിക്കോസ് മെയിൻ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാഷൻ ഉണ്ടായിരുന്നു CMA കുറിച്ച് തന്നെ. അതുകൊണ്ട് നമുക്ക് ആഫ്റ്റർ ഓഫീസ് പോയിരുന്നു പഠിക്കാനുള്ള ഒരു എന്താ പറയാ ബൂസ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും അത് കീപ്പ് ചെയ്തു. മെയിൻലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത കോഴ്സിൽ. അബൌട്ട് ആ ഒരു വർക്ക് ആൻഡ് സ്റ്റൈല്, ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമായിരുന്നു മെയിൻ ആയിട്ടും. സോ അത് തന്നെയാണ് എനിക്ക് ക്വാളിഫൈ ആവാൻ ഹെൽപ്പ് ചെയ്തത്. ഈവൻ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് പ്രഷേഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ബിക്കോസ് നല്ല മെന്റേഴ്സ്, ഇപ്പൊ ഫോർവേഡ് അക്കൗണ്ടിംഗ് പോലെ നല്ല ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോ നമ്മുടെ കുട്ടികളോട്, അതായത് നമ്മുടെ അനിയന്മാരോടും അനിയത്തിമാരോടും, നിങ്ങളുടെ അനിയന്മാരോടും അനിയത്തിമാരോടും ഞങ്ങളുടെ കുട്ടികളോടും ഒന്ന് എന്താണ് ദിലീപിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുമോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ ഇതുപോലെ ഒരു വെബിനാർ ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് ലക്കിയാണ്. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, അതുപോലെ ഇപ്പൊ CMA ആഷിദയുടെ എക്സ്പ്ലനേഷൻ ഫ്രം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്താണ്, ഇപ്പൊ അതുപോലെ തന്നെ എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ദെൻ ചൂസ് സബ്ജക്ട് തന്നെ. ഇപ്പൊ എബിസാർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ ഡിസൈഡ് ചെയ്യുക ഫോർ CMA ആണോ, CA ആണോ, അതർ പ്രൊഫഷണൽ കോഴ്സ് ആണോ എന്നുള്ളത്. ആൻഡ് CMA ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ, ഐ എം വർക്കിംഗ് ഇൻ എ സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഒരു കമ്പനി റൺ ചെയ്യുന്നതെന്ന്. മാനേജ്മെന്റിന് അല്ലെങ്കിൽ MDക്ക് അഡ്വൈസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഡിഫറൻസ് വെച്ചാൽ അത് ജസ്റ്റ് പോസ്റ്റ്മോർട്ടം എന്നാണ് ഞാൻ എപ്പോഴും പറയൂ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ വിൽ എൻറ്റർ ആൻഡ് ഇവാലുവേറ്റ് ദ പ്രോഫിറ്റ് മാർജിൻ. പക്ഷെ എത്ര പ്രോഫിറ്റ് കിട്ടണം, എത്ര സെയിൽ കിട്ടണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും കോസ്റ്റ് അക്കൗണ്ട്സ് ആണ്.
താങ്ക് യു ദിലീപ്, താങ്ക് യു വെരി മച്ച്. അപ്പോ കുട്ടികളോട് സംസാരിച്ചവരും ഇത്രയും സമയം എനിക്കറിയാം എന്നോട് പറഞ്ഞായിരുന്നു വർക്ക് ഫ്രം ഹോം ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് അധികം സമയം എടുക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ഷെയറിംഗ് ദിസ് ടൈം വിത്ത് മീ ആൻഡ് ഷെയറിംഗ് വിത്ത് us ആൻഡ് ഷെയറിംഗ് ദിസ് ഇൻഫർമേഷൻ വിത്ത് us with our students. Thank you very much. Thank you. Thank you, ദിലീപ് സർ. ഓക്കെ, ഇതാണ് ഒരു ലൈവ് പ്രസന്റേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. 2 യങ് കോസ്റ്റ് അക്കൗണ്ടൻസ്, അതായത് ഞങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വലിയ നമ്മൾ തമ്മിൽ ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഈ വന്ന രണ്ട് യങ് പ്രൊഫഷണൽ കോസ്റ്റ് അക്കൗണ്ടൻസ്, യങ് സ്മാർട്ട് പ്രൊഫഷണൽ കോസ്റ്റ് അക്കൗണ്ടൻസ്, അവരും നിങ്ങളും തമ്മിൽ വലിയ ഏജ് വ്യത്യാസമില്ല. നിങ്ങളുടെ കൂട്ടുകാരാണവർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള 2 കൂട്ടുകാരെ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പിച്ചത്. അപ്പോ ഒരു ബോയ് എന്നോ ഗേൾ എന്നോ ജെൻഡർ വ്യത്യാസമില്ലാതെ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇതൊക്കെ. ഈ കോഴ്സുകൾ ഇവർ സന്തോഷത്തോടെ, അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ ഇവർ സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പോ സ്മാർട്ടായിട്ട് ഡീപ്പായിട്ട് അവര് ഈ കാര്യങ്ങൾ പഠിച്ചു, ആത്മാർത്ഥതയോടുകൂടി അത്ര ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിൽ ഏത് കോഴ്സാണ് ബെസ്റ്റ് എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ അഭിരുചി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് കോഴ്സുകൾ കേട്ടിട്ട് നിങ്ങൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോകും. അപ്പോ ബിഹൈൻഡ് ദ ക്യാമറയിൽ നിന്നിരുന്ന ഞങ്ങളെല്ലാം ഇപ്പോൾ നടന്മാരുടെ ഒപ്പം എത്തിക്കഴിഞ്ഞു. വർഷങ്ങളായി. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇവിടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊഫഷണൽ ആയിട്ട് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കോസ്റ്റ് അക്കൗണ്ടന്റ് 2 രീതിയാണ് ഉള്ളത്. ഒന്നുകിൽ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് പോകാം. പ്രാക്ടീസിങ് ചെയ്യാം, കൂടെ ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ടും പോകാം. ഞാനൊക്കെ ഏതാ ചെയ്യുന്നത്? ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഫോർവേഡ് അക്കാഡമിയുടെ ഫാക്കൽറ്റിയാണ്. എന്തുകൊണ്ടാണ് 2 എടുത്തെന്ന് ചോദിച്ചാൽ, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും താല്പര്യമുണ്ട്, അതിൽ കൂടുതൽ താല്പര്യം ടീച്ചിങ് പ്രൊഫഷനോടുമാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാനത് യൂസ് ചെയ്തേ ഉള്ളൂ. അതുപോലെ ഓരോരുത്തർക്കും ഏതൊക്കെ രീതിയിലാണ് അവസരം കിട്ടുന്നത്, ഏതൊക്കെ ഇൻട്രസ്റ്റ് ആണോ ഉള്ളത്, അതേ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റി. അപ്പോ ഞാൻ ആദ്യം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ട് പറയാം. ഇവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ്, അതായത് ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ കണ്ടതാണ് ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ച്. ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ലിങ്ക് നോക്കി വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഫോർവേഡ് അക്കാഡമിയിൽ ചോദിച്ചാൽ ഈ നിങ്ങളോട് സംസാരിച്ച കോസ്റ്റ് അക്കൗണ്ടൻസിന്റെ നമ്പർ വേണമെങ്കിൽ അവർ തരും. അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഫോർവേഡ് അക്കാഡമിയോട് ചോദിച്ചാൽ തന്നെ അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പ്രാക്ടീസിങ് ആണെങ്കിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം ഇൻട്രസ്റ്റ് ആയിരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വളർച്ച. നമുക്കറിയാം, ഡോക്ടർമാരായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു പേഷ്യന്റ് പോലും പോകാത്തവരുണ്ട്. എല്ലാ പ്രൊഫഷനും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ഇൻട്രസ്റ്റ് എന്തുമാത്രം ഈ കോഴ്സിലുണ്ടോ, എത്രമാത്രം നമ്മൾ ഇതിനകത്തോട്ട് ഇൻവോൾവ് ആണോ, അതിനനുസരിച്ചിരിക്കും നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അഭിരുചി എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. എപ്പോഴും ഒരു എഞ്ചിനീയറിംഗ്, ഡോക്ടർ, മെഡിസിൻ എന്ന് മാത്രം പറഞ്ഞ 2 പ്രൊഫഷണൽ കോഴ്സുകളല്ല ഉള്ളത്. ഫിനാൻസ് കോഴ്സുകളിൽ വരുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആർ ദ ഡോക്ടേഴ്സ്. കോസ്റ്റ് അക്കൗണ്ടന്റ് ഈസ് ആക്ടിങ് ആസ് എ സർജൻ. അവർ ഈ ഫീൽഡിലെ ഡോക്ടേഴ്സ് ആണ്. ഇനി നിങ്ങൾക്ക് PhD എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് പറയാണ്, PhD എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഡോക്ടറേറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ CMA കോഴ്സ് കഴിഞ്ഞാൽ PhDക്ക് രജിസ്റ്റർ ചെയ്യാം. UGC നമ്മളെ അതിന് അനുവദിച്ചിട്ടുണ്ട്. UGCയുടെ അനുവാദം ഇല്ലായിരുന്നു എന്ന് ഉള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം. പക്ഷെ ഈ വർഷം UGC നമ്മളെ അംഗീകരിച്ചു. നമ്മളെന്ന് പറയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസിനെയും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയും എല്ലാം ഇപ്പോഴാണ് അംഗീകരിച്ചത് നമ്മുടെ ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കാം.
അപ്പൊ നിങ്ങൾ കൂടുതൽ നോളജ് ഉള്ളവരായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണ് എംകോം എടുത്തിട്ട് ഡോക്ടറേറ്റ് എടുത്താൽ പറയുന്നത്. ഡോക്ടറേറ്റ് ചുമ്മാ എടുക്കാന്നുള്ളതല്ലോ, ഇൻഡെപ്ത് നോളജിൽ നമ്മൾ വരിക എന്നുള്ളതാണ് നമ്മുടെ എംകോം. ഞാൻ എംകോമിനെ റെസ്പെക്ട് ചെയ്യുന്നു, എല്ലാ ഡിഗ്രി കോഴ്സുകളെയും റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഇൻഡെപ്ത് നോളജ് വരുമ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്കായിരിക്കും തീർച്ചയായിട്ടും ഇൻഡെപ്ത് നോളജ് ഉള്ളത്. അപ്പൊ പ്രാക്ടീസിംഗ് എന്ന് പറയുമ്പോൾ പല ഏരിയ ആണ്, ഇത് ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതിന്റെ ലാസ്റ്റ് നോക്കി GST ലോ പെർമിറ്റ്സ് CMA to act as an auditor. കാരണം GST ലോ 2017 പുതുതായിട്ട് വന്ന GST ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ലോ ഡ്രാഫ്റ്റ് ചെയ്യാൻ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻസും ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു. പണ്ട് ബിഹൈൻഡ് ദ സ്ക്രീൻ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ക്യാമറ നിന്നിരുന്ന നമ്മള് ഇപ്പോൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വെളിച്ചത്തിലേക്ക് വരികയാണ്, നമ്മളും ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയിലോട്ട് തന്നെ വരികയാണ്. ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കാൻ, അതിന്റെ ബെനിഫിറ്റ് കൂടുതലായിട്ട് അനുഭവിക്കുന്ന ആരാണ്? നിങ്ങളെ പോലുള്ള പുതുതായിട്ട് വരുന്ന കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ് അതിനെപ്പോലെ അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കൂടുതലായിട്ട് അനുഭവിക്കാൻ പോകുന്നത്. ഞങ്ങളും ഇപ്പോൾ തീർച്ചയായിട്ടും ആ ബെനിഫിറ്റ് എടുക്കുന്നുണ്ട്, അതിൽ കൂടുതലായിട്ട്. കാരണം സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഞങ്ങൾക്കൊക്കെ പതിയാക്കും മുതലായിരുന്നു അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങിയത്. നിങ്ങൾക്കൊക്കെ സ്റ്റാർട്ടിങ് മുതലേ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് മറ്റു കമ്പനികൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഫിനാൻസ് മാത്രമല്ല, പ്രൊഡക്ഷൻ ഏരിയയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ വേസ്റ്റേജുകൾ കുറയ്ക്കണം. ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടൻസി, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസി പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു എന്താണ്, ഒരൊറ്റ ഫീൽഡിലോട്ട് മാത്രമല്ല, നമുക്കൊരു മൾട്ടി ഫങ്ഷണൽ നോളജ് ആണ് നമുക്ക് കിട്ടുന്നത്. മൾട്ടി ഫങ്ഷണൽ നോളജ് കോസ്റ്റിൽ നമുക്ക് കിട്ടും, ഫിനാൻഷ്യൽ നോളജ് കിട്ടും, പ്രൊഡക്ഷനിൽ പോലും നമുക്ക് നോളജ് കിട്ടും. നമ്മുടെ സബ്ജക്ട്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റും. പ്രൊഡക്ഷനിൽ ഇൻഡെപ്ത് നോളജ് എഞ്ചിനീയേഴ്സിനെ പറ്റുള്ളൂ. സാറേ, ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് CA എന്ന് പറയുന്ന ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്. ഇതാകുമ്പോൾ കുറെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ക്രിയേറ്റീവ് തിങ്കിങ്, ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു അവസരം CMAയിലാണ് ഉണ്ട്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യണം. അതായത് മറ്റേത് എന്തെങ്കിലും ചെയ്തു അതിന്റെ ബാക്കി നോക്കുന്നതാണ് CAയില്. അതിന്റെ എങ്ങനെയുണ്ട്, തെറ്റിപ്പോയോ, ഒരാൾ ചെയ്തത് തെറ്റോ ശരിയോ ഓഡിറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ആകുമ്പോൾ നമ്മൾക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. അതെ, നമ്മള് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്താലേ നമുക്ക് നിലനിൽപ്പുള്ളൂ, അതല്ലേ? ഇപ്പൊ സാർ എന്നെ ഒരു ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇടുന്നാൽ എനിക്ക് നിലനിൽപ്പില്ല. ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് സാറിനോട് പറയണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയണം. അപ്പൊ ആ ലെവലിലോട്ട് ഇപ്പോൾ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ വിചാരിക്കും എനിക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടോ, എനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലല്ലോ. പക്ഷെ ക്രിയേറ്റിവിറ്റി എല്ലാം വരുന്നപ്പോഴാണ് നമ്മൾ പുതിയ സബ്ജക്റ്റുകൾ പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റിവിറ്റി വന്നിരിക്കും. പക്ഷെ അവിടെ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം തീർച്ചയായിട്ടും. സാറേ, നമ്മൾക്കിപ്പം ഈ കോഴ്സിനെ പറ്റി അല്ല CMA പറ്റി നമുക്കൊരു ബോധ്യം കിട്ടി. ഇനി എന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഞാൻ ഇനി കോഴ്സ്, സാർ കറക്റ്റ് സമയത്താണ് ചോദിച്ചത്, ഞാൻ ഇനി കോഴ്സ് ഡീറ്റെയിൽസിലോട്ട് പോവാണ്. ഈ CMAക്ക് 2 ലെവലാണ് ഉള്ളത്. ഒന്ന് ഇന്റർമീഡിയറ്റ് ലെവൽ, ഫൈനൽ ലെവൽ. ഇന്റർമീഡിയറ്റ് ലെവൽ, ഫൈനൽ ലെവൽ. പക്ഷേ ഈ ഇന്റർമീഡിയറ്റ് ലെവലില് ജോയിൻ ചെയ്യാനായിട്ട് പല വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് +2 പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിന് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് CMA ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വേറൊരു കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ തന്നെയുണ്ട്. അതിന് പറയുന്ന പേരാണ് CAT. CAT എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ. അതിന്റെ ഷോർട്ട് ഫോം CAT-നാണെങ്കിലും ആള് പുലിയാണ് കേട്ടോ. CAT-നാണെങ്കിലും, കാരണം സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഈ 2 കോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോ എന്റെ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് ഇതിവിടെ കൂടുതലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സും CAT കോഴ്സും എന്ന് പറയുന്ന 2 കോഴ്സുകളുള്ളത്. ഇനി ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് എൻട്രി, ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 വർഷം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇവർക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് കമ്പനി സെക്രട്ടറിഷിപ്പിന്റെ ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ലെവലിലോട്ട് ജോയിൻ ചെയ്യാം. CA ആണെങ്കിൽ CAയുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ലെവലിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. CAയുടെ ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇതിന്റെ ഫൗണ്ടേഷൻ ലെവലിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കുക,
നമ്മൾ അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇന്ന ലെവലുള്ള കുട്ടികളെ വേണം എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പൊ +2 പാസ്സായ സ്റ്റുഡൻസിന് ഇവിടെ 2 രീതിയിൽ CMA കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഒന്ന് ഫൗണ്ടേഷൻ കോഴ്സ്, ഒന്ന് CAT കോഴ്സ്. ഇതിന് രണ്ടിനും എലിജിബിലിറ്റി ഉണ്ട്. ഏകദേശം ഒന്ന് തന്നെയാണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. 10th പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാം. എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല, ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാം, പഠിത്തം തുടങ്ങാം, എലിജിബിൾ ആണ്. ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ആയിരിക്കും. ഈ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമുക്ക് ഫൈനൽ രജിസ്ട്രേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ രജിസ്ട്രേഷനിലോട്ട് എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം അവിടെ തന്നിട്ടുണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ 12 പാസ്സായ റിസൾട്ട് അല്ലെങ്കിൽ 12 പാസ്സായ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമർപ്പിച്ചാൽ മാത്രം മതിയാകും. അതുകൊണ്ടാണ് പറയുന്നത് 10 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. 12 പാസ്സായി കഴിഞ്ഞാൽ, അതായത് +2 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതാം. അപ്പൊ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതണമെങ്കിൽ +2 പാസ്സാണ്. അപ്പൊ +2 പാസ്സാണ്. അപ്പൊ +2 പാസ്സാകുന്നതിന് മുമ്പ് ഇതിന് ജോയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. എപ്പോഴും എന്താണ് രജിസ്ട്രേഷൻ? പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ആയിരിക്കും. അത് നമുക്ക് നമ്മുടെ CMA ഫൗണ്ടേഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ്, അല്ല ഫൗണ്ടേഷന്റെ എക്സാമിനേഷൻ വരുന്നതിന് മുമ്പ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചാൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് അയച്ചു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഫഷണൽ രജിസ്ട്രേഷനെ ശരിക്കുള്ള രജിസ്ട്രേഷൻ ആയിട്ട് എടുക്കാം. എങ്കിലും നമുക്ക് റിസൾട്ട് അവൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാം. ഈ ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇന്റർമീഡിയറ്റ് ലെവലിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പൊ നമുക്ക് പറയാം, ഈ മെഡിസിന്റെ ഒക്കെ എൻട്രൻസ് പോലെ, മെഡിസിന്റെ എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ ആവുമോ? ഇല്ല. നമ്മൾ മെഡിസിൻ കോഴ്സിന് ചേരാനുള്ള ഒരു യോഗ്യതയാണ് എന്ന് പറയുന്ന പോലെ തന്നെ CMA കോഴ്സിന് ചേരാനുള്ള യോഗ്യതയാണ് ഈ CMA ഫൗണ്ടേഷൻ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു CMA സ്റ്റുഡന്റ് ആവുന്നത് ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ CAT എന്ന് പറയുന്ന സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ പാസ്സായി കഴിയുമ്പോഴാണ്. രണ്ടും നല്ല കോഴ്സുകൾ തന്നെയാണ്. ഇതിന്റെ അഡ്മിഷൻ എടുക്കാൻ 2 സമയമുള്ളത്. കാരണം എക്സാമിനേഷൻ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വരും. ഒന്ന് ജൂണിൽ എല്ലാ വർഷവും വരും, ഡിസംബറിൽ എല്ലാ വർഷവും വരും. ജൂൺ എക്സാമിനേഷൻ എഴുതുന്നവരാണെങ്കിൽ ആ വർഷം ജനുവരി 31 മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഡിസംബർ എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വർഷം 31 ജൂലൈക്ക് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു വർഷം നമുക്ക് 2 എക്സാമിനേഷൻ ഉണ്ട്, ജൂണിലും ഡിസംബറിലും. ആ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ആണ്, കട്ട് ഓഫ് ഡേറ്റ് ആണ് 31 ജനുവരി 31 ജൂലൈ എന്ന് പറയുന്നത്. എങ്കിലേ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സിന്റെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഫീസ് എന്താണ്? ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ 6000 രൂപ, 6000 rupees. പിന്നെ ഫോർവേഡ് അക്കാഡമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഫോർവേഡ് അക്കാഡമിയുടെ കോച്ചിങ് ഫീ അവിടെ നിങ്ങൾ കൊടുക്കണം. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ, CA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും CS ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും ഇവിടെ എല്ലാം കോസ്റ്റ് കുറവാണ്. ചെലവോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ. ഇതുപോലെ കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെ കോച്ചിങ് ഫീ എത്രയാണോ ആ കോച്ചിങ് ഫീയുടെ കൊടുത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രജിസ്ട്രേഷനും കോച്ചിങ്ങും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രജിസ്ട്രേഷൻ പറയാൻ 6000 രൂപ, വെറും 6000 rupees കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയലും എല്ലാം അവിടുന്ന് തന്നെ അവർ അയച്ചു തരും. ഇനി ഇതിന്റെ കൂടെ തന്നെ ഈ CAT കോഴ്സ് പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ ഇതിൽ തമ്മിലുള്ള ഡിഫറൻസിലോട്ട് വരാം. CAT എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് നാളായിട്ട് പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു കോഴ്സാണ്. ഇതിൽ 2 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് സ്റ്റേജ് A, സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യനിൽ സ്റ്റേജ് A എന്ന് പറയുന്നത് എൻട്രി ലെവലും സ്റ്റേജ് B എന്ന് പറയുന്നത് കമ്പിറ്റൻസി ലെവലുമാണ്. ഇതിന്റെ സ്റ്റേജ് A പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഡയറക്റ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റ് കയറാനുള്ള യോഗ്യത കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ സ്റ്റേജ് ബി പാസ്സാവോ പാസ്സാകാതിരിക്കുമോ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റേജ് ബി കൂടെ ചെയ്യുക, അതായിരിക്കും നല്ലത്. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫോർവേഡ് അക്കാഡമിയിൽ നിന്ന് അവിടുന്ന് പറയും. അപ്പൊ സ്റ്റേജ് എ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം കാറ്റ് പഠിച്ച് അവിടെ നിൽക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഉദ്ദേശം കാറ്റ് പഠിച്ച് ഇന്റർമീഡിയറ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഫൗണ്ടേഷൻ വഴി ഇന്റർമീഡിയറ്റ് പഠിക്കാം, കാറ്റ് വഴി ഇന്റർമീഡിയറ്റ് പഠിക്കാം. ഇനി ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫൗണ്ടേഷന്റെ സബ്ജക്ട്സ് ഞാൻ പറയാം, അതിന് മുമ്പ് കാറ്റിന്റെ സബ്ജക്ട്സ് ഞാനൊന്ന് പറയാം. കാരണം കാറ്റ് ആണെങ്കിൽ വളരെ എളുപ്പമാണ് ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാൻ, പാസ് ആവാനും എളുപ്പമാണ് കമ്പയർ ടു ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ പ്രയാസമാണെന്നല്ല പറഞ്ഞത്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വൺ. അതിനുള്ള റീസൺ എന്താണെന്ന് പറയാം. എൻട്രി ലെവലിൽ നോക്കി, എൻട്രി ലെവലില് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽസ് അത് നമ്മൾ ഫൗണ്ടേഷൻ പഠിക്കുന്നതാണ്. ബിസിനസ് ലോ അതും നമ്മൾ ഫൗണ്ടേഷൻ പഠിക്കുന്നതാണ്. ലോ പഠിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ എൻട്രി ലെവലിൽ, വളരെ ബേസിക് ലെവലിൽ മാത്രം നമ്മൾ കാറ്റിന് പഠിച്ചാൽ മതി. അപ്പൊ അതിന്റെ ചോദ്യങ്ങളും അതായിരിക്കും. കാരണം നിങ്ങൾ പുതിയ സ്റ്റുഡൻസ് ആയതുകൊണ്ട്, നിങ്ങൾക്ക് പുതിയ സബ്ജക്റ്റുകൾ ആയതുകൊണ്ട് എൻട്രി ലെവലിൽ പഠിക്കുമ്പോൾ ബേസിക്സ് തറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 എന്ന് പറയുന്നത് അക്കൗണ്ടൻസിന്റെ പാർട്ട് 2 ആണ്. പിന്നെ അടുത്ത് വരുന്നത് നോക്കിയാൽ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് പറഞ്ഞാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റിന് പഠിക്കാൻ പോകുന്ന ലോകളുണ്ട്, അതായത് ഇൻകം ടാക്സ്, GST എന്ന് പറയുന്ന ലോകളുണ്ട്. അതിന്റെ എല്ലാം ബേസിക്സ് നിങ്ങൾ കാറ്റ് ലെവലിൽ തന്നെ പഠിച്ചിരിക്കും. അങ്ങനെ ബേസിക്സ് കാറ്റ് ലെവലിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോൾ അത് വളരെ ഉപകാരപ്പെടും, വളരെ പ്രയോജനപ്പെടും. കാരണം നമ്മൾ ഈ പഠിച്ച അക്കൗണ്ടൻസിയുടെയും ലോയുടെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെയും സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, അതായത് ഈ ടാക്സുകളുടെ ഒക്കെ ബേസിക്സ് നമ്മൾ എവിടെ കവർ ചെയ്ത് കഴിഞ്ഞു? നല്ല രീതിയിൽ കാറ്റ് കോഴ്സിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ അഡ്വാൻസ് ലെവലാണ് ഇന്റർമീഡിയറ്റ് പഠിക്കുന്നത്. അപ്പൊ കാറ്റിൽ വന്നാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ആയതുകൊണ്ട് കാറ്റിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പാസ്സാകാനും എളുപ്പമാണ്. നിങ്ങൾ ഇന്റർമീഡിയറ്റ് വരുമ്പോൾ കാറ്റിൽ ഓൾറെഡി പഠിച്ചിരിക്കുന്ന സബ്ജക്ട്സ് ആയതുകൊണ്ട് ഇന്റർമീഡിയറ്റ് പഠിക്കാനും വളരെ എളുപ്പമാണ്. അപ്പോ 2 ഗുണങ്ങളുണ്ട് കാറ്റിന് ജോയിൻ ചെയ്താൽ. ഫൗണ്ടേഷൻ ജോയിൻ ചെയ്താലും നല്ലതാണ്. ഫൗണ്ടേഷൻ്റെതായിട്ടുള്ള സബ്ജക്ട്സുകളുണ്ട്. കാറ്റിന് ജോയിൻ ചെയ്താൽ കാറ്റിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സുകളുണ്ട്. എൻട്രി ലെവൽ നമ്പർ 2 എന്ന് പറയുന്നത് കമ്പിറ്റൻസി ലെവലാണ്. അത് കുറച്ചുകൂടെ എന്താണ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അതും ഫോർവേഡ് ഒക്കെ ഞാൻ ഇന്നലെ തന്നെ ഓണേഴ്സുമായിട്ട് സംസാരിച്ചിരുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതും എല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാറാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്കറിയാം ആത്മാർത്ഥതയുള്ള, ഞാനവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ആയിട്ട് മാത്രം പറയുകയല്ല, നല്ല ആത്മാർത്ഥതയുള്ള ഓണേഴ്സ് ആണ്, ആത്മാർത്ഥതയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാനൊരു ഇൻഡിപെൻഡന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് അതേ രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പബ്ലിക്കായിട്ട് ഞാൻ തന്നെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നത്. അപ്പോ കാറ്റ് കോഴ്സ് പറയുകയാണെങ്കിൽ കാറ്റ് കോഴ്സിന് 9,800 rupees ആണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീ, പ്ലസ് കോച്ചിങ് ഫീയും നിങ്ങൾ കൊടുക്കണം. ഏതാണെങ്കിലും കോച്ചിങ് ഫീ കൊടുക്കണം. പക്ഷെ കാറ്റ് വരുമ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട്. കാറ്റ് വരുമ്പോൾ നിങ്ങൾ ഇന്റർമീഡിയറ്റ് പഠിക്കേണ്ടത് കാറ്റിന് ബേസിക്സ് പഠിച്ചിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാറ്റ് പാസ്സാകാനാണ് ഫൗണ്ടേഷൻ പാസ്സാകുന്നതിലും എളുപ്പം പാസ്സാകാനായിട്ട്. നമ്മുടെ ഉദ്ദേശം ഫൗണ്ടേഷൻ വഴി കയറുക, കാറ്റ് വഴി കയറുക, ഏത് സ്റ്റെപ്പ് വഴി കയറുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്റ്റെപ്പ് ചവിട്ടി കയറിയാലും ലിഫ്റ്റ് വഴി കയറിയാലും നമ്മൾ എത്തിച്ചേരുന്നത് ഇന്റർമീഡിയറ്റിലായിരിക്കും. പിന്നെ ലിഫ്റ്റ് വഴി കയറിക്കൂടെ? അതേ ഞാൻ ചോദിച്ചു. With due respect to foundation students, foundation സ്റ്റുഡൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ, അത് മോശമാണെന്നല്ല പറഞ്ഞത്. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ എളുപ്പം പാസ്സാകാൻ കാറ്റാണ്. ഫൗണ്ടേഷൻ വരുമ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ നോക്കുമ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? ഫൗണ്ടേഷൻ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ വിട്ടുപോയതാണ്. ഫൗണ്ടേഷൻ നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടൻസി പഠിക്കും, എക്കണോമിക്സ് പഠിക്കും, ബേസിക്സ് ഓഫ് ലോ പഠിക്കും, പിന്നെ മാത്തമാറ്റിക്സും ഉണ്ട്. ചില കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് ഒരു പ്രശ്നമാണ്, പക്ഷെ അവർക്ക് CMAക്ക് ജോയിൻ ചെയ്യാൻ വേണം. അങ്ങനെയുള്ള കുട്ടികൾ ധൈര്യമായിട്ട് കാറ്റ് എടുത്തോളൂ, കാറ്റിന് ജോയിൻ ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്തിരിക്കും.
ഇന്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഫോർവേഡ് അക്കാഡമി വരികയാണെങ്കിൽ നിങ്ങൾ ഫൈനലിൽ ജോയിൻ ചെയ്തിരിക്കും. ഫൈനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഫോർവേഡ് അക്കാഡമി വരികയാണെങ്കിൽ നിങ്ങളൊരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിരിക്കും. ഇതിൽ കൂടുതൽ അഷുറൻസ് എനിക്ക് തരാൻ പറ്റുമോ? ക്യാറ്റ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ക്യാറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളുടെ ICA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സുകളാണ്. ഇത് വേറെ കോഴ്സുകളൊന്നുമില്ല, വേറെ ഒന്നുമില്ല, പുറത്തുനിന്ന് ആരും വരുന്നില്ല. അന്നേരം ക്യാറ്റ് CMAക്ക് മാത്രമുള്ളതാണ്. ക്യാറ്റ് CMAക്ക് മാത്രമുള്ളതാണ്, CMAക്ക് വേണ്ടി മാത്രമല്ല. മറ്റേ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ MBAക്കുള്ള ക്യാറ്റ് അല്ല ഈ പറയുന്നത്. എല്ലാ ICA പേരും എല്ലാം ഒരേപോലെ ആയി പോവാണ് CMAയുടെ കേസിൽ. അത് നമ്മള് പ്രൊഫഷണൽ ആണെന്നുള്ള എന്റെ ഒരു ഉറപ്പാണ്. ICA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ക്യാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ ആണ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അല്ല. ഈ ക്യാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തന്നെ നടത്തുന്നതാണ്. ഞാനിവിടെ പറയുന്ന പ്രൊഫഷൻസ് കോഴ്സുകളെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ കോഴ്സുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ www.icma.in നോക്കിയാൽ അല്ലെങ്കിൽ icma.org നോക്കിയാൽ അതിലെല്ലാം ഈ കോഴ്സുകളെ കുറിച്ചുണ്ട്, ക്യാറ്റിനെ കുറിച്ച്. അപ്പോ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാൻ, +2 സ്റ്റുഡൻസിന് ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാൻ 2 വഴികളുണ്ട്. ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാൻ 2 വഴികളുണ്ട്. ഒന്ന്, സ്റ്റെപ്സ് ചവിട്ടി വരാം. 2, ലിഫ്റ്റ് കയറി വരാം. സ്റ്റെപ്സ് ചവിട്ടി വരിക എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ, ലിഫ്റ്റ് കയറി വരിക എന്ന് പറഞ്ഞാൽ ക്യാറ്റ്. രണ്ടും ചെല്ലുന്ന എങ്ങോട്ടാണ്? ഇന്റർമീഡിയറ്റിലോട്ടാണ്. ഇത് രണ്ടും പാസ്സായി, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് പാസ്, 2 പാസ്സാകണ്ട, ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായി, നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റുഡൻസ് ആയി, എൻട്രൻസ് പാസ്സായി. കാരണം എൻട്രൻസിന് പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മെഡിസിൻ പഠിക്കാന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് പറയുന്നത് തന്നെ ഫൗണ്ടേഷൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ CMAക്ക് പഠിക്കാന്ന് പറയാൻ പറ്റത്തില്ല, ക്യാറ്റിന് പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ CMAക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് പാസ്സായി വന്നാൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റുഡന്റായി നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയി. ഇനി ക്യാറ്റിന്റെ പാസ് പെർസെന്റേജും ഫൗണ്ടേഷന്റെ പാസ് പെർസെന്റേജും ഞാനൊന്ന് പറയാം. ക്യാറ്റിന്റെ പാസ് പെർസെന്റേജ് ഫോർവേഡ് അക്കാഡമി പോലുള്ള അക്കാഡമി ആണെങ്കിൽ 100% പാസ് പെർസെന്റേജ് ആണ്. ഫൗണ്ടേഷൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം 98%. കാരണം ഞാൻ പറഞ്ഞല്ലേ, സ്റ്റെപ്പ് കയറി വരുന്നതും ലിഫ്റ്റിൽ പോകുന്ന ആ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ ഉദ്ദേശം ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ക്വാളിറ്റി ഡിഫറൻസും ഇല്ലാതെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി വരുന്ന സ്റ്റുഡൻസും ലിഫ്റ്റ് വഴി കയറി വരുന്ന സ്റ്റുഡൻസും ഒരു ക്വാളിറ്റി ഡിഫറൻസും ഇല്ലാതെ നമ്മൾ എങ്ങോട്ട് കയറുന്നു? ഇന്റർമീഡിയറ്റിലോട്ട് കയറുന്നു. അപ്പോ ഫൗണ്ടേഷന് ഇന്റർമീഡിയറ്റിലോട്ട് വരാനായിട്ട് 2 ലെവലുണ്ട് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട്. ഒന്ന്, എൻട്രൻസ് എക്സാം. എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് തന്നെ എന്തുണ്ട്? ഫൗണ്ടേഷൻ ഉണ്ട്, ക്യാറ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഫൗണ്ടേഷൻ എടുക്കണോ ക്യാറ്റ് എടുക്കണോ എന്നുള്ളത്. 2നും ഫോർവേഡ് അക്കാഡമിയിൽ അവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇനി +2 എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയ സ്റ്റുഡൻസ് ആണെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? CMA. അവർക്ക് ഫൗണ്ടേഷന്റെ ആവശ്യമില്ല. ഇനി ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് CMAക്ക് ജോയിൻ ചെയ്യണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ CMAക്ക് ജോയിൻ ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ CMA ചെയ്യുന്ന കൂടെ നമുക്ക് എന്തും ചെയ്യാം, മറ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളും ചെയ്യാം. ഇതിലെല്ലാം ഫോർവേഡ് അക്കാഡമിയിൽ അവിടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഫൗണ്ടേഷന്റെ കൂടെ നമുക്ക്, അല്ലെങ്കിൽ CMAയുടെ കൂടെ നമുക്ക് ഗ്രാജുവേഷനും ചെയ്യാം. BComന് ജോയിൻ ചെയ്യണം, BComന് ജോയിൻ ചെയ്യാം. BSCക്ക് ജോയിൻ ചെയ്യണം, BSCക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ കൊമേഴ്സിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല. +2 കഴിഞ്ഞ ഏത് സ്റ്റുഡൻസിനും, +2 സയൻസ് ആയാലും, +2 കൊമേഴ്സ് ആയാലും, ഗ്രാജുവേഷനിൽ മാത്സ് ആയാലും, ഗ്രാജുവേഷൻ സയൻസ് ആയാലും, ഫിസിക്സ് ആയാലും, കൊമേഴ്സ് ആയാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഗ്രാജുവേഷൻ, കാരണം ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഫൗണ്ടേഷൻ, ക്യാറ്റ് എന്ന് പറയുന്ന കോഴ്സുകളില്ലായിരുന്നു, ഗ്രാജുവേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആണ് ഞാനൊക്കെ CMA കോഴ്സിന് ജോയിൻ ചെയ്തത്. ഇനി അതായത് മാത്തമാറ്റിക്സിൽ ഗ്രാജുവേഷൻ എടുത്ത്
നോൺ കൊമേഴ്സ് സ്ട്രീമിൽ ഗ്രാജുവേഷൻ എടുത്ത് കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു ആളെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. ഞാൻ മാത്തമാറ്റിക്സിന്റെ ഗ്രാജുവേറ്റ് ആണ്, ഞാൻ കൊമേഴ്സ് ഗ്രാജുവേറ്റ് അല്ല. സാറേ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, സാറ് ട്വിൻസ് എന്ന് പറഞ്ഞു, സാറിന്റെ ഒരു സഹോദരൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, രണ്ടുപേരും CMA ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് ഞാൻ എന്റെ പേഴ്സണൽ കാര്യമാണെങ്കിലും സാർ ചോദിച്ചത് ഞാൻ പറയാം. ഞങ്ങൾ എവിടെ ഞാൻ ട്വിൻസിൽ ഒരാളാണ്. എന്റെ പേര് എബി, എന്റെ ട്വിൻ ബ്രദറിന്റെ പേര് ജോൺ. ഞങ്ങൾ രണ്ടുപേരും കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോർവേഡ് അക്കാഡമിയിലെ ഫാക്കൽറ്റിയാണ്. 2 സബ്ജക്ട് ആണ്. 2 സബ്ജക്ട് ഒരേ സബ്ജക്ട് ആണെങ്കിൽ സാറേ ആരും രണ്ടുപേരെയും കൂടെ ആരും വിളിക്കുകയല്ലോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ഞാൻ തെരഞ്ഞെടുത്തു, ബ്രദറിന് ജോണിന് ഇഷ്ടമുള്ള സബ്ജക്ട് ജോൺ തെരഞ്ഞെടുത്തു. അങ്ങനെയാണ്. ഞാൻ കോസ്റ്റിംഗ് പഠിപ്പിക്കുന്നു, ഞാൻ ടാക്സേഷൻ പഠിപ്പിക്കുന്നു. എന്റെ പേര് അവിടെ എഴുതിയിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കാരണം ഞാനും ജോൺ, അതായത് എന്റെ പേര് എബി, എന്റെ ബ്രദറിന്റെ പേര് ജോൺ. ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചേ കാണുള്ളൂ. ആക്ച്വലി എന്റെ പേര് എബി.എം. തോമസ് എന്നാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ എബി.എം. ജോൺ എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു വിരോധമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങളുടെ ജനിച്ചത് ഒരുമിച്ച്, വർക്ക് ചെയ്യുന്ന ഒരുമിച്ച്, താമസം ഒരുമിച്ചാണോ? അല്ലല്ല, താമസം ഒരുമിച്ചല്ല. കാരണം അത് പല പ്രശ്നങ്ങൾക്കും വഴിതെളിക്കും. താമസം ഒരുമിച്ചല്ല. ഞാൻ കുടുംബത്തിൽ വേറെ വീട് വെച്ച് താമസിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്. രണ്ടുപേരും സയൻസ് ഗ്രാജുവേറ്റ് ആണ്. രണ്ടുപേർക്കും കൊമേഴ്സിലോട്ട് സയൻസ് ഈ കോസ്റ്റ് അക്കൗണ്ടൻസിലോട്ട് ഈ ഇതുപോലുള്ള ഒരു സെമിനാർ കേട്ട് താല്പര്യം വന്ന് പിന്നെ പഠിച്ച് പാസ്സായതാണ്. ആ രണ്ടുപേരും സയൻസ് ഗ്രാജുവേറ്റ് ആയിട്ട് കൂടെ ഈ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ കോസ്റ്റ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് മേടിച്ച് പാസ്സായവരാണ്. ഞാൻ പറയുന്നത് എന്റെ വീമ്പടക്കാൻ പറയുന്നതല്ല. സയൻസ് ഗ്രാജുവേറ്റ് ആയിട്ട് പോലും എനിക്കിത് സാധിച്ചു. കൊമേഴ്സിന് ഒരു ഐഡിയ ഇല്ല. എന്റെ വീട്ടിൽ ആർക്കും കൊമേഴ്സിന് ഐഡിയ ഇല്ല. എന്റെ ഫാദർ മാത്സ് പ്രൊഫസറാണ്, അതുകൊണ്ട് ഞാൻ മാത്സ് എടുത്തു. ഞങ്ങൾ ആ വഴിക്ക് പോയി. അന്നേരമാണ് ഐഡിയ കിട്ടി. സിയുടെ കേസിലും പറയുന്നുണ്ട് ഏതാണ്ട് 60% പാസ്സാകുന്നവരും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെന്ന്. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കും ഡിഫറൻസ് ഉണ്ട്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് അവർക്ക് ഓൾറെഡി കൊമേഴ്സ് അറിയാം, അവരും പാസ്സാകുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് അവർക്കൊരു പേടിയുണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ. അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലുള്ള ഫോർവേഡ് അക്കാഡമി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളോട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ അക്കാഡമി മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നമ്മളോട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് നമുക്ക് പാസ്സാകാൻ പറ്റും. അത് ഏത് കോഴ്സിന് ചെയ്താലും നമ്മുടെ കോളേജ് ജോയിൻ ചെയ്തിട്ട് കോളേജ് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ട്. നമ്മൾ ആഗ്രഹിക്കണ്ടേ? നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ചുമ്മാതെ ഒരു കോഴ്സിനല്ല, നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സിനാണ്. അപ്പോ ആ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കണം. എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതി എന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള നിങ്ങളെ സംബന്ധിച്ച് ഫോർവേഡ് അക്കാഡമി ഈസ് എ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദേ വിൽ ഗൈഡ് യു ഇൻ ദ റൈറ്റ് വേ. അതിനൊരു അവസരം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. സിഎയുടെ വെബിനാറിൽ പറഞ്ഞായിരുന്നു ഇതുപോലെ ആവറേജ് സ്റ്റുഡന്റിനും സിഎ പാസ്സാകാൻ പറ്റും. ഒറ്റ കാര്യം വേണ്ടത് ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി, അക്കാഡമിക് കൺസിസ്റ്റൻസി. സെയിം തന്നെയാണ് CMA-ക്കും. അതാണ് പറഞ്ഞത്. ആത്മാർത്ഥത വേണം, ഡെഡിക്കേഷൻ വേണം. ഡെഡിക്കേഷൻ പറഞ്ഞാല് എന്റെ കയ്യിൽ ബുക്കും ഉണ്ട്, എന്റെ കയ്യിൽ വാട്സപ്പും ഉണ്ട്. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് വായിച്ചുകൊണ്ടിരുന്നാൽ ഡെഡിക്കേഷൻ ആകത്തില്ല. കാരണം നമ്മൾ പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ, കാരണം ഞാൻ പറഞ്ഞില്ല, ഈ അഷിത ബാബു, ദിലീപ് വാര്യർ, ഇവരൊക്കെ യങ് ആയിട്ട്, അതായത് എനിക്ക് തോന്നുന്നത് യങ് എന്ന് പറയുമ്പോൾ ഒരു 22-23 അല്ലെങ്കിൽ 22-23 ക്വാളിഫൈ ചെയ്തവരാ. നൗ ദേ ആർ ഏണിംഗ്, അവരിപ്പോ ഒരു 25 ആയിട്ട് കാണുള്ളൂ. നൗ ദേ ആർ ഏണിംഗ് മോർ ദാൻ 1 lakh. എന്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റിയത്? അവർക്കത് ചെയ്യാൻ പറ്റിയത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. എന്നാ എന്റർടൈൻമെന്റ് ഇല്ലേ? എന്റർടൈൻമെന്റ് ഉണ്ട്. ഉഴപ്പരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ ഉഴപ്പിയേ പഠിക്കാവുള്ളൂ, പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉഴപ്പാവുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. പഠിച്ചു എന്റെ ഒരു സ്റ്റുഡന്റ് ഈയിടെ CMA പാസ്സായി. അദ്ദേഹത്തിന് ഇപ്പൊ ഇസാഫ് ബാങ്കിൽ
അവരുടെ ഹെഡ് ഓഫീസ് ജോലി കിട്ടി. ബാങ്കിലൊക്കെ വളരെ ജോലി സാധ്യതയുണ്ട്. ബാങ്കിൽ അതാ പറഞ്ഞ സാറേ, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സർവീസ് സെക്ടറിലും ബാങ്കിലും എല്ലാം ഇപ്പൊ ജോലി വരുന്നതിന്റെ റീസൺ ഈ ക്രൈസിസിൽ ഇവരെല്ലാം നോക്കുന്നത് എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് മേടിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ലേ, അത് ബാങ്കിന് ഒരു കോസ്റ്റ് ആണ്. എങ്ങനെ ഈ കോസ്റ്റ് കുറയ്ക്കാം, എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം, ഇതെല്ലാം നോക്കണമെങ്കിൽ യു നീഡ് എ കോസ്റ്റ് അക്കൗണ്ടന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളും എങ്ങോട്ട് വരികയാണ്, നമ്മളും ഞങ്ങൾ ക്യാമറയുടെ മുന്നിൽ തന്നെ ഉണ്ട്. സൂപ്പർ സ്റ്റാർസ് ആണ് ഇപ്പോ. അപ്പോ ഇതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള 2 വഴികൾ എന്ന് പറയുന്നത്. ഒന്ന് എൻട്രൻസ് എക്സാം വഴി ജോയിൻ ചെയ്യാം, ഒന്ന് ഗ്രാജുവേഷൻ വഴി ജോയിൻ ചെയ്യാം. എൻട്രൻസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഉണ്ട്, കാറ്റ് ഉണ്ട്, സർട്ടിഫൈഡ് അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ ഉണ്ട്. രണ്ടും നല്ല നിലവാരമുള്ള കോഴ്സുകളാണ്. ഇതിൽ ഈ രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലിഫ്റ്റിന്റെ സ്പീഡ് കിട്ടുന്നത് കാറ്റിനാണ്. ഞാൻ ഉള്ള കാര്യമുള്ളവരെ തന്നെ പറയണമല്ലോ. ഫൗണ്ടേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇന്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ് പഠിക്കുന്ന സബ്ജക്ട്സുകൾ കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ കാറ്റ് കഴിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ കാറ്റ് കഴിഞ്ഞ് പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഇന്റർമീഡിയറ്റിലെ സബ്ജക്റ്റുകൾ തന്നെയാണ്. അതിന്റെ ബേസിക്സ് ആണ് കാറ്റിന് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണം തിരഞ്ഞെടുക്കാം. Up to you to decide. ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് കാറ്റ് ആണ്. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ ഉദ്ദേശം എത്രയും പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ നമുക്ക് ഇന്റർമീഡിയറ്റിന് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. വെറുതെ വരുന്ന ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അതിനടുത്ത് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എളുപ്പ വഴി എന്ന് പറയുന്നത് കാറ്റിന് ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്താൽ ഫോർവേഡ് അക്കാഡമി ഇന്റർമീഡിയറ്റും കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, കാറ്റ് കോഴ്സും പഠിപ്പിക്കുന്നുണ്ട്. ഈ 2 ഓപ്ഷൻസ് അവർക്കുണ്ട്. നിങ്ങൾ ഏതിന് ജോയിൻ ചെയ്താലും ഫോർവേഡ് അക്കാഡമി അല്ലെങ്കിൽ അവരെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്കുണ്ട്. ഇതിൽ കഴിഞ്ഞാൽ എത്ര നാളും കൊണ്ട് ഒരു CMA ആയി മാറാം? എല്ലാം ഒരേ രീതിയിൽ ഒരേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുകയാണെങ്കിൽ ഇനി +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഫൗണ്ടേഷന് 6 months എടുക്കും. പ്ലസ് നിങ്ങളുടെ CMA ക്വാളിഫൈ ചെയ്യാനായിട്ട് 3 years എടുക്കും. ഞാൻ അവരോട്ട് വരാം സാറേ. അത് സാറിന്റെ അഡ്വാൻസ് പിള്ളേരെ ഒന്ന് ക്വാളിഫൈ ചെയ്യിച്ചോട്ടെ, എന്നിട്ട് അപ്പൊ ഫൗണ്ടേഷൻ ഇപ്പൊ കഴിഞ്ഞു. ഫൗണ്ടേഷൻ കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആരായി? CMA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റുഡൻസ് ആയി. അതുവരെ നമ്മൾ CMA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസിൽ നിൽക്കുകയാണ്. നമ്മൾ ഫൗണ്ടേഷൻ പാസ്സായി, നമ്മൾ അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യുന്നു. ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതാണ് ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള വഴികൾ. ഫൗണ്ടേഷൻ ഉണ്ട്, ഗ്രാജുവേറ്റ്സിനാകാം, CS ഫൗണ്ടേഷൻ പാസ്സായാലാകാം, CMA ഇന്റർമീഡിയറ്റ് പാസ്സായാലാകാം. ഇതിന്റെ കൂടെ പ്രത്യേകം ഞാൻ പറയുന്നു, കാറ്റ് പാസ്സായാലും ഇന്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഇന്റർമീഡിയറ്റ് 2 ലെവലാണ് ഉള്ളത്. 2 ലെവലില് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഇത് നോക്കിയാൽ അറിയാം, ലോ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരാണ്. ലോ ഉണ്ട്, ടാക്സേഷൻ ഉണ്ട്, കോസ്റ്റിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. ഈ സബ്ജക്ട്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെർട്ടായി. ബേസിക് സബ്ജക്റ്റുകളെല്ലാം ഗ്രൂപ്പ് 1 പറയുന്നുണ്ട്, 4 സബ്ജക്ട്. അടുത്ത ഗ്രൂപ്പ് 2 4 8 സബ്ജക്റ്റ് ആണ്. ഗ്രൂപ്പ് 2 ഇതുപോലെ തന്നെ 4 സബ്ജക്ട് ഉണ്ട്. ആദ്യത്തെ പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഈ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഓപ്പറേഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി, അതായത് ഒരു ബിസിനസ്സിലെ കാര്യങ്ങൾ, അതായത് ഫിനാൻസ് മാത്രമല്ല, ഈ എഞ്ചിനീയേഴ്സ് അറിയുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു പേപ്പറാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിള്ളേരെല്ലാരും ജോയിൻ ചെയ്ത പിള്ളേരെല്ലാരും നല്ല മാർക്ക് മേടിക്കുന്ന ഒരു പേപ്പറുമാണ്. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതായത് നമ്മുടെ ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന അക്കൗണ്ടിങ്, കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. ഇൻഡയറക്ട് ടാക്സേഷൻ GST എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. പിന്നെ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്.
ഈ 4 സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇന്ത്യയിലുള്ള നിലവിലുള്ള ഒരു ബിസിനസ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻസ് പ്രൊഫഷണൽ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്ട്സുകളെല്ലാം നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പേപ്പറിനും 100 മാർക്കാണ്. 400 മാർക്കിലാണ് ഓരോ ഗ്രൂപ്പിന്റെയും ടോട്ടൽ മാർക്സ് പറയുന്നത്. ഗ്രൂപ്പ് 1ന്റെ ടോട്ടൽ 400, 4 പേപ്പറാണ്, 4 × 100 400. ഗ്രൂപ്പ് 2നും 4 × 100 400. നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഒരുമിച്ച് എഴുതാം, 8 പേപ്പറോട് ഒരുമിച്ച് എഴുതാം. അപ്പൊ നമ്മുടെ ടോട്ടൽ മാർക്ക് 400 + 400 800 ഇനി അങ്ങനെയല്ല, നമുക്ക് ഗ്രൂപ്പ് 1 തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 1 തന്നെ എഴുതാം, ഗ്രൂപ്പ് 2 തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 2 തന്നെ എഴുതാം, ഗ്രൂപ്പ് 1 ആണ് ആദ്യം എഴുതണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 1 ആദ്യം എഴുതാം, ഗ്രൂപ്പ് 2 ആദ്യം എഴുതണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 2 ആദ്യം എഴുതാം. എങ്ങനെ വേണം എഴുതാം. നമ്മൾ രജിസ്റ്റർ ചെയ്തത് ഇത് എല്ലാത്തിനും കൂടെ ചേർത്താണ്. ഗ്രൂപ്പ് 1ന്റെ രജിസ്ട്രേഷൻ ഗ്രൂപ്പ് 2ന്റെ രജിസ്ട്രേഷൻ അല്ല. ഇന്റർമീഡിയറ്റിന്റെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ പേപ്പറിനും അല്ലെങ്കിൽ 2 ഗ്രൂപ്പിനും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യും. ഇതിന് എങ്ങനെ പോകണം എന്ന് നമുക്ക് തീരുമാനിക്കാം. റാങ്ക് ഹോൾഡർ ആയിട്ട് നല്ല നിലയിൽ വരണമെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് 2 ഗ്രൂപ്പ് കൂടെ എഴുതണം. 8 പേപ്പർ, 8 ദിവസമായിട്ട് 8 പേപ്പർ. ഈ 8 പേപ്പറും പഠിക്കാൻ പ്രയാസമുണ്ടോ? ആത്മാർത്ഥതയോടെ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഡെഡിക്കേഷനോടുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഒരേ രീതിയിൽ മുമ്പോട്ട് പഠിക്കുകയാണെങ്കിൽ അതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല. ഏതായാലും നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുകയാണ്. പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നിട്ട് നമ്മൾ 8,000 രൂപ 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ മേടിക്കുന്ന ഒരു വെറും അക്കൗണ്ടന്റ് ആയിട്ട് മുമ്പോട്ട് പോകാനല്ല നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഷിത ബാബു, ദിലീപ് വാര്യർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്മാർട്ട് ആയിട്ടുള്ള യങ് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരു 6 അക്ക ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ സാർ എങ്ങനെയായിരുന്നു? ഞാൻ ക്വാളിഫൈ ചെയ്തത് 1999-ലാണ്, 1999. മെറിറ്റ് സർട്ടിഫിക്കറ്റ് മേടിച്ചാണ് ഞാൻ ക്വാളിഫൈ ചെയ്തത്. സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെറിറ്റ് സർട്ടിഫിക്കറ്റ് കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. ഞാൻ ക്വാളിഫൈ ചെയ്തതിനു ശേഷം ഞാൻ വർക്ക് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, എബ്രോഡിലാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ കോസ്റ്റ് അക്കൗണ്ടൻസിന് ജോലി കിട്ടുമോ എന്ന് ആരും എന്നോട് ചോദിക്കരുത്. ഞാൻ 10 വർഷം വർക്ക് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ഈ ഔട്ട്സൈഡ് ഇന്ത്യയിൽ പോയാലും നമുക്ക് നല്ല സ്കോപ്പുകളുണ്ട്. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് CMA എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ നമുക്ക് കൂടുതൽ അംഗീകാരമുള്ളതിന്റെ റീസൺ എന്താണ്? ഇപ്പൊ മുഴുവനും ക്രൈസിസ് ആണ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളപ്പോ എങ്ങനെയെങ്കിലും കോസ്റ്റ് കുറയ്ക്കാനാണ് എല്ലാ കമ്പനികളും നോക്കുന്നത്. അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ളവർ ആരാണ്? അവരെ കാശ് കൊടുത്ത കമ്പനികൾ എടുക്കും. ഇന്റർമീഡിയറ്റ് ലെവലില് ഞാൻ പറഞ്ഞു ഈ സബ്ജക്ട്സ് ആണ് ഉള്ളത്. ഈ സബ്ജക്ട്സ് എന്ന് പറയുന്നത് അതാണ് കാറ്റുമായിട്ട് റിലേറ്റ് ചെയ്തത്. കാറ്റിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന് പറയുന്നത് ഇവിടെ P7, P11 എന്ന് പറയുന്ന സബ്ജക്ട്സിന്റെ ബേസിക്സ് ആണ്. കാറ്റിനകത്ത് എന്താ ഫിനാൻഷ്യൽ ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെ P5, P12 എന്ന് പറയുന്നതിന്റെ ബേസിക്സ് ആണ്. കാറ്റിനകത്ത് ലോ എന്ന് പറയുന്ന സബ്ജക്ട്സ് ഇവിടെ P6 എന്ന് പറയുന്ന ബേസിക്സ് ആണ്. ഇതെല്ലാം നമ്മൾ റിലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ പുതിയ ഫ്രഷേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ അറിയാവുന്ന ഞാൻ അല്ലെങ്കിൽ ഫോർവേഡ് അക്കാഡമി എന്നോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്ത് ബേസിക്സിലോട്ട് പോകണമെങ്കിൽ, ബേസിക്സ് സ്ട്രോങ് ആയിട്ട് ഇന്റർമീഡിയറ്റ് എളുപ്പമാക്കണമെങ്കിൽ കാറ്റ് ഈസ് എ റൈറ്റ് കോഴ്സ്, റൈറ്റ് ചോയ്സ്. ഫൗണ്ടേഷൻ റൈറ്റ് ചോയ്സ് തന്നെയാണ്. പക്ഷെ ഫൗണ്ടേഷന് നമ്മൾ ടാക്സേഷൻ അല്ലെങ്കിൽ ടാക്സ് പഠിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഠിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്, ലോ പഠിക്കുന്നുണ്ട്, പിന്നെ മാത്തമാറ്റിക്സും പഠിക്കുന്നുണ്ട്. മാത്തമാറ്റിക്സിന്റെ ബേസിസ് ഉള്ളത് നല്ലതാണ്. പക്ഷെ കൊമേഴ്സ് സ്റ്റുഡൻസ് മാത്സ് പഠിക്കുന്നവർക്ക് അത് പ്രയാസമായിട്ട് വരും. അതുകൊണ്ടാണ് കാറ്റ് പോലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി മാത്സ് അറിയാവുന്നവരാണെങ്കിൽ പോലും കാറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റിൽ പോകുന്ന രീതിയിൽ നമുക്ക് 1ാം നിലയിലെത്താം. ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ലെവൽ. ഇന്റർമീഡിയറ്റിനും
ഇന്റർമീഡിയറ്റിന് 8 പേപ്പറാണ് ഉള്ളത്. 4 പേപ്പർ 400 മാർക്ക്, അടുത്ത 4 പേപ്പർ 400 മാർക്ക്. ഇതില് ഒറ്റ കാര്യമുള്ളത്, ഈ 400 മാർക്കിൽ നമ്മൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ P5, P6, P7, P8 അതാണ് ഗ്രൂപ്പ് 1. ഈ P5ലും P6ലും P7ലും P8ലും മിനിമം 40 മാർക്ക് വെച്ചെങ്കിലും മേടിച്ചിരിക്കണം. എല്ലാ പേപ്പറിനും പാസ്സായിരിക്കണം. 100ൽ 40 പാസ് മാർക്ക്. എല്ലാ പേപ്പറിനും പാസ്സായിരിക്കണം. അപ്പൊ നോക്കിയേ, 40, 40, 40, 40, 160 കിട്ടിയാൽ പറ്റിയല്ല. ഇതിനെല്ലാം കൂടെ ചേർക്കുമ്പോൾ 200 മാർക്കും വേണം. അതായത് 400ൽ 50% ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രൂപ്പ് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഏത് ആളായാലും ഏതെങ്കിലും ഒരു സബ്ജക്ട് നമുക്ക് സ്ട്രോങ് ആയിരിക്കും. ആ സ്ട്രോങ് സബ്ജക്ട് നന്നായിട്ട് പഠിക്കുക, മറ്റു സബ്ജക്റ്റും അതിനോടൊപ്പം പഠിക്കുക, ഉപേക്ഷിക്കരുത്, അതിനോടൊപ്പം പഠിക്കുക. അപ്പോ അക്കൗണ്ടൻസി സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് അക്കൗണ്ടൻസിക്ക് 80 കിട്ടിയാൽ ബാക്കി പേപ്പറിന് 40, 40, 40, 120 പ്ലസ് 80, 200 പാസ്സായി. അതുപോലെ തന്നെ മറ്റു പേപ്പറുകളിലും 9, 10, 11, 12 ഇതിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ 1-2 പേപ്പർ നമുക്ക് തീർച്ചയായിട്ടും എളുപ്പമായിരിക്കും. ഏത് സ്ട്രീമിൽ പോയാലും അങ്ങനെയല്ലേ. ചിലർക്ക് ബയോളജി എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് എളുപ്പമായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ. ചിലർക്ക് അക്കൗണ്ടൻസി എളുപ്പമായിരിക്കും, ചിലർക്ക് കോസ്റ്റിംഗ് എളുപ്പമായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പേപ്പറിന് നല്ല മാർക്ക് മേടിക്കുകയും മറ്റു പേപ്പറിന് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് മാർക്ക് മേടിക്കുകയും ചെയ്താൽ എല്ലാ പേപ്പറിനും പാസ്സാകുകയും വേണം. മിനിമം അതായത് 40 മാർക്ക് മേടിക്കുകയും വേണം. എന്നാൽ ടോട്ടൽ വരുമ്പോൾ 200 മാർക്ക് വേണം എന്നുള്ള ആ ഒരു മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകൾ പാസ്സാകും. ഇനി 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതുന്നവരാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം. പക്ഷെ ആദ്യത്തെ ഗ്രൂപ്പിന് എനിക്ക് 180 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. എല്ലാത്തിനും പാസ്സായി 180 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതായത് 40, 40, 40, 60, 180 മാർക്ക്. ഞാൻ ആ ഗ്രൂപ്പ് പാസ്സായിട്ടില്ല. പക്ഷെ ഞാൻ അടുത്ത ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്. അതിന് എനിക്ക് 220 മാർക്ക് കിട്ടി. എനിക്കും ജയിക്കാൻ എത്രയാ, 400ൽ 20 മാർക്ക്, 400ൽ 200 മാർക്ക് മതി ജയിക്കാനായിട്ട്. ഈ 20 കിട്ടിയ എക്സസ് മാർക്ക് എനിക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഗ്രൂപ്പ് 2ൽ കിട്ടിയ 20 എക്സസ് മാർക്ക് ഗ്രൂപ്പ് 1ലോട്ട് ഇടും. അപ്പൊ എനിക്ക് എത്രയായി, ഗ്രൂപ്പ് 1ൽ 200 ഗ്രൂപ്പ് 2ൽ 200 ഞാൻ ജയിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതിയാൽ ഇങ്ങനെയുള്ള ഒരു ബെനിഫിറ്റും ഉണ്ട്, നിങ്ങൾക്ക് റാങ്ക് ഹോൾഡർ ആയിട്ട് വരികയും ചെയ്യാം. ഇതെല്ലാം എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഡെഡിക്കേറ്റഡ് കൺസിസ്റ്റന്റ് സ്റ്റഡി ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതല്ലേ CMA ദിലീപ് എസ് വാര്യരും CMA അഷിത ബാബുവും പറഞ്ഞത് തന്നെയല്ലേ. ഡെഡിക്കേഷനും ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം. ഇനി ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് ജോലിക്ക് കയറിയ ആളാണ് CMA ദിലീപ് വാര്യർ. നിങ്ങളോട് സംസാരിച്ച CMA ദിലീപ് വാര്യർ. പഠിക്കണമെങ്കിൽ വൈകിട്ട് പോയി വീട്ടിൽ ഇരുന്ന് പഠിച്ചാലേ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്, ഈവനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. നിങ്ങളെ സംബന്ധിച്ച് അതുപോലും പ്രശ്നമല്ല. ഇപ്പോ നമ്മളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളുമായിട്ട് വളരെ ഫെമിലിയർ ആണ്. ഈവൻ LKG പഠിക്കുന്ന കുട്ടി പോലും ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ഫെമിലിയർ ആണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്ത് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പഠിക്കാം. വീഡിയോ ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, ഏത് വേണം നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ. ഈവൻ ഫോർവേഡ് അക്കാഡമിയും ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോ നിങ്ങളുടെ അടുത്തേക്കെല്ലാം എത്തിക്കഴിഞ്ഞു. ഇനി താല്പര്യം നമ്മൾ കാണിച്ചാൽ മതി, യു വിൽ ബി എ കോസ്റ്റ് അക്കൗണ്ടന്റ്. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത്, ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് ഞാൻ പറഞ്ഞു. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കട്ട് ഓഫ് ഡേറ്റ് 2 എക്സാമിനേഷൻ ആണ് ഇതിനുള്ളത്, ജൂൺ എക്സാമിനേഷനും ഡിസംബർ എക്സാമിനേഷനും. ജൂൺ എക്സാമിനേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31 മുമ്പും, ഡിസംബർ എക്സാമിനേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 31 ജൂലൈക്ക് മുമ്പുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് 23,100 രൂപ. 22,000 രൂപ ഇന്റർമീഡിയറ്റിനും 1,100 രൂപ മറ്റ് ചെലവുകൾക്കൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ചില സിറ്റുവേഷനിൽ ഈ 1,100 രൂപയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. എനിവേ ഇന്റർമീഡിയറ്റിന്റെ ഫീസ് എന്ന് പറയുന്നത് 22,000 രൂപയാണ്. ഈ 22,000 രൂപ നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാം. പക്ഷേ 22,000 രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിന്റെ എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല. അപ്പൊ ഫൗണ്ടേഷൻ 6,000 രൂപ, ഇന്റർമീഡിയറ്റിന് 22,000 രൂപ. നിങ്ങൾ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആണ്,
പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകുമ്പോൾ ഈ ഫീസിൽ എവിടെ കിട്ടും ഒരു പ്രൊഫഷണൽ ഡിഗ്രി? ഇവൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയില്ല, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വേണം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ഇതിലോട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് വരുന്ന സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഒരു കോച്ചിങ്ങിന് ആവശ്യം വരും. അപ്പോ ഫോർവേഡ് അക്കാഡമി പോലുള്ള ഫോർവേഡ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട് അവരുടെ കോച്ചിങ് ഫീ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ they will ensure that you will qualify intermediate. ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ, ഞാൻ സമയം ഒരുപാട് എടുത്തെന്ന് തോന്നുന്നു, ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ലെവലിലോട്ട് കയറാം. കാരണം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊന്നും ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ്. ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ ലെവലിൽ വരും. ഫൈനൽ ലെവൽ എഴുതണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, ഇന്റർമീഡിയറ്റ് പാസ്സായാൽ മാത്രമേ പറ്റുള്ളൂ. CAD ഇന്റർമീഡിയറ്റ് പാസ്സായാൽ CMA ഫൈനൽ എഴുതാൻ പറ്റില്ല. CAD ഇന്റർമീഡിയറ്റ് പാസ്സായാൽ CMA ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാം, ഫൗണ്ടേഷൻ വേണ്ടാന്നേ ഉള്ളൂ. CMA ഫൈനൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ CMA ഇന്റർമീഡിയറ്റ് തന്നെ ക്വാളിഫൈ ചെയ്യണം. ഫൈനൽ ലെവലും 4 8 പേപ്പറാണ്, ഒരേ മാർക്കിംഗ് ആണ്, 400 ഒരേ സ്കീമാണ്. ഈ ഇന്റർമീഡിയറ്റ് പഠിച്ച സബ്ജക്ട്സിന്റെ അഡ്വാൻസ് ആണ് നമ്മൾ ഫൈനൽ ലെവലിൽ പഠിക്കാൻ പോകുന്നത്. 400 പേപ്പറാണ്. ഈ 4 പേപ്പർ 13 മുതൽ പേപ്പർ 20 വരെ ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതുകൊണ്ട് ഞാൻ ഈ പേപ്പറിന്റെ പേരുകളൊന്നും വായിക്കുന്നില്ല. 400 മാർക്കാണ് ഒരു ഗ്രൂപ്പിന്, 400 മാർക്ക് ഗ്രൂപ്പ് 3ക്ക്, 400 മാർക്ക് ഗ്രൂപ്പ് 4നും. നിങ്ങൾക്ക് പാസ് ആകാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓരോ ഗ്രൂപ്പായിട്ട് എഴുതാം. ഇനി 2 ഗ്രൂപ്പ് കൂടെ ഒരുമിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പ് കൂടെ ഒരുമിച്ച് എഴുതാം. 2 ഗ്രൂപ്പ് കൂടെ ഒരുമിച്ച് എഴുതിയാലേ ഉള്ളൂ റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. ഓരോ ഗ്രൂപ്പ് എഴുതി മാർക്ക് മേടിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ വരില്ല. 2 ഗ്രൂപ്പുകൾ ഒരുമിച്ച് എഴുതിയാലേ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ റാങ്ക് ഹോൾഡറായിട്ട് കണക്കാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഡെഡിക്കേഷനും ആത്മാർത്ഥതയും കൺസിസ്റ്റൻസിയും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ഹോൾഡറായിട്ട് വരാം. പാസ് പെർസെന്റേജ് മാർക്ക് എത്രയാണ്? 50% മാർക്ക്. ഓരോ സബ്ജക്റ്റിനും 40 മാർക്കും ടോട്ടൽ ആയിട്ട് വരുമ്പോൾ 200 മാർക്കും വേണ്ടി വരും. കട്ട് ഓഫ് ഡേറ്റ് സെയിം തന്നെ. സോറി, ഫീ ഫോർ ഫൈനൽ, ഇന്റർമീഡിയറ്റ് അല്ല, ഫീ ഫോർ ഫൈനൽ. ഫൈനലിന്റെ ഫീസ് എന്ന് പറയുന്നത്, ഇത് ഫീ ഫോർ ഇന്റർമീഡിയറ്റ് അല്ല, സോറി, ഫീ ഫോർ ഫൈനലാണ്. ഫൈനലിന്റെ ഫീസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാം. 15 + 10, 15 10 ആയിട്ട് കൊടുക്കാം. പക്ഷെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാതെ നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫീസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. നിങ്ങൾക്ക് രണ്ടും ഒറ്റ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ 2 ഗ്രൂപ്പും വേണം എഴുതാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്രൂപ്പും അല്ലെങ്കിൽ 2 ഗ്രൂപ്പായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാനുള്ള ഡിലേ ഒന്നും എഴുതാൻ പറ്റില്ല. അങ്ങനെ പറയുന്ന ഒരു സ്ഥിതിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ഒരുമിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഫോർവേഡ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ കോച്ചിങ് ഫീ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുകൾ മാത്രമാണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുമ്പോൾ ലോ കോസ്റ്റ് ഹൈ പ്രൊഫൈൽ, അതാണ് CMA കോഴ്സിന്റെ പ്രത്യേകത. CA കോഴ്സിന്റെ പ്രത്യേകത ലോ കോസ്റ്റ് ഹൈ പ്രൊഫൈൽ, CS കോഴ്സിന്റെ പ്രത്യേകത. ഇത് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുകയല്ലേ. അപ്പോ അവിടുത്തെ ഒരു കമ്പനി ചെല്ലുമ്പോൾ നമ്മൾ ഇതിനെല്ലാം യോഗ്യനായിട്ടുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രം ആവശ്യമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ പറയല്ലേ കോസ്റ്റ് അക്കൗണ്ടന്റ് ഒന്നും കൊള്ളത്തില്ല എന്ന് പറയല്ലേ. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഒരു 15 മാസത്തെ, 15 മാസം എന്ന് പറയുമ്പോൾ 1.5 വർഷം പോലും ആകുന്നില്ല, വെറും 15 മാസത്തെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒന്നുകിൽ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ അടുത്തോ ഞങ്ങളെ പോലെ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അടുത്തോ അല്ലെങ്കിൽ കമ്പനികളിലോ നിങ്ങൾ ഒരു 15 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പേർട്ട് ആവും. എക്സ്പേർട്ട് ആയി കഴിഞ്ഞ് നിങ്ങളൊരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് വെളിയിൽ വന്നാൽ നിങ്ങൾ ചെയ്യുന്ന ജോലികളെല്ലാം നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെർട്ടൈസ് വരുന്നതിന് വേണ്ടി ഒരു 15 മാസം ഒരു ട്രെയിനിങ്ങിന് പോവുക. ഈവൻ IAS പാസ്സായാൽ പോലും ആദ്യം നേരെ കയറി കളക്ടറേറ്റ് അപ്പോയിന്റ് ചെയ്യണമല്ല, ഒരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡ്, മെഡിസിൻ പാസ്സായി കഴിഞ്ഞാൽ അവർക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ടേ അവർ ഡോക്ടറായിട്ട് വരുള്ളൂ.
ഹൗസ് സർജൻസി എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പീരീഡ്. എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കിവിടെ 15 മാസം ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ ഫൈനൽ ലെവൽ പാസ്സായിട്ടുള്ള നിങ്ങൾ ആരായിട്ട് മാറി? ACMA, അസോസിയേറ്റ് മെമ്പർ ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് മാറി. അത് നമുക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വേണ്ട 15 മാസം പഠിത്തത്തിന്റെ കൂടെ വേണം ചെയ്യാം. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതൊക്കെ വലിയ പാടായിരുന്നു. കാരണം ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോകാൻ പറ്റുകയില്ല, അപ്പൊ സമയം ഒരുപാട് എടുക്കും. ഇപ്പൊ എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഫെമിലിയർ ആയല്ലേ. ഫോർവേഡ് അക്കാഡമി നമുക്ക് ഓൺലൈൻ കോച്ചിങ് തരുന്നുണ്ട്. സോ യു ക്യാൻ ജോയിൻ ഫോർ ഓൺലൈൻ കോച്ചിങ്. ആവശ്യമെങ്കിൽ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അപ്പോ ACMA ആയി കഴിഞ്ഞാൽ 5 വർഷം ACMA ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ FCMA ആയിട്ട് മാറും. ഞാൻ 5 കൂടുതൽ വർഷം കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനൊരു ഫെലോ മെമ്പർ ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ കയറി വരുമ്പോൾ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കും. നിങ്ങൾ സീനിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഫെലോ മെമ്പർ ആയിരിക്കും. ഞാനൊരു ഫെലോ മെമ്പറാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ടോ രണ്ടും തമ്മിൽ? തീർച്ചയായിട്ടും രണ്ടും തമ്മിൽ ACMA എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ഇനിഷ്യൽ സ്റ്റേജിലുള്ള ആളാണ്. FCMA എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ആളാണ് എന്ന് പറയാം, തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഫോർവേഡ് അക്കാഡമിയിൽ എന്തെല്ലാമാണ് ഫീസ് എന്നുള്ളത് നമുക്ക് ദിവ്യ മിസ്സിനോട് ചോദിക്കാം. ദിവ്യ മിസ് പറഞ്ഞു തരും. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞൊന്ന് നിർത്തിക്കോട്ടെ. ഞാൻ പേഴ്സണലായിട്ട് ഫോർവേഡ് അക്കാഡമിയിൽ ഫേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, യുണീക്ക് ആയിട്ട് ഫോർവേഡ് അക്കാഡമിയെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് മാറ്റി നിർത്തുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് their program, ലേൺ ആൻഡ് റീലേൺ പ്രോഗ്രാം, വളരെ എഫക്റ്റീവ് ആയിട്ട് ഫോർവേഡ് അക്കാഡമി മുമ്പോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ലേൺ ആൻഡ് റീലേൺ. എന്താണ് ലേൺ ആൻഡ് റീലേൺ? നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ, ഫോർവേഡ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം അവർ 4 സബ്ജക്ട് 8 സബ്ജക്ട് അവർ പഠിപ്പിക്കുകയും അതിന്റെ കൂടെ ഈ ക്ലാസ് ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റ് വിടും. അപ്പൊ നമ്മൾ ഈ 8 സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞു. ഈ 8 സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു റിവിഷൻ വേണ്ട. അപ്പൊ അവിടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലോട്ട് ഈ പഠിച്ച നിങ്ങളെ ഫോർവേഡ് അക്കാഡമി ഒരു ക്രാഷ് കോഴ്സിന് എടുക്കും. അപ്പോ ഈ നമ്മൾ 1 മാസം കൊണ്ട് പഠിച്ച സബ്ജക്ട് റിവിഷനായിട്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനുശേഷം ഈ പ്രോഗ്രാമിനുള്ളിൽ നമുക്ക് ഇതിന്റെ കൂടെ എക്സാമിനേഷൻ ഉണ്ട്. എക്സാമിനേഷൻ എഴുതിയേ ഉള്ളൂ നമുക്ക് നമ്മുടെ CMA എക്സാമിനേഷൻ പോകാൻ പറ്റുള്ളൂ. വായിച്ച് പഠിച്ചിട്ട് ഒരു കാരണവശാലും ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകരുത്. എഴുതി പഠിക്കണം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുതാനുള്ള മടിയന്മാരെ പിടിച്ചിരുത്തി എഴുതിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ലേൺ ആൻഡ് റീലേൺ പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് നിങ്ങളെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എത്തിക്കുന്നത് വരെ ഫോർവേഡ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾ ഫോർവേഡ് അക്കാഡമിയുടെ കൂടെ ഉണ്ടായിരിക്കണം. അതാണ് ഫോർവേഡ് അക്കാഡമിയുടെ യുണീക്നെസ് ഞാൻ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് കണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം. If we have to succeed in the globalized world, we have to enlarge the scope of cost audit to cover all aspects of manufacturing and service sector activities, including healthcare and education. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ, ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം മാത്രം നടത്തിയാൽ പോരാ. അതിന് മുമ്പുള്ള കാര്യങ്ങളൂടെ, അതായത് ഞാൻ പറഞ്ഞ ക്യാമറയ്ക്ക് മുമ്പുള്ള ഓപ്പറേഷൻ, ഫിനാൻസ് സർജനായിട്ട് നടത്തുന്ന കാര്യങ്ങളൂടെ എഫക്റ്റീവായിട്ട് ചെയ്താലേ ഉള്ളൂ നമുക്കൊരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതോ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞതോ അല്ല. ഇത് നമ്മളുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം അദ്ദേഹം പറയുന്നത് വെറുതെ പറയില്ല. With that, I would like to conclude. Thank you very much. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ദിവ്യ മിസ് കോഴ്സ് ഫീയുടെ കാര്യമൊക്കെ ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. വിനോദ് സാർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റ് സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാധാരണയായിട്ട് +2 കഴിയുമ്പോൾ
കുട്ടികൾ ചോദിക്കുന്നതാണ്, സാറേ +2 കഴിഞ്ഞിട്ട് നേരിട്ട് CA അല്ലെ CMAക്ക് പോകുന്നതാണോ, ഡിഗ്രിക്ക് ശേഷം CMAക്ക് പോകുന്നതാണോ? +2 കഴിഞ്ഞിട്ട് നേരിട്ട്? ഞാൻ പറയാം, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് മുമ്പോട്ട് പോയത്. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സ് പോയത്. 3 വർഷം ഞാൻ ഡിഗ്രിക്ക് വേണ്ടി ചെലവാക്കി. ഈ +2 സ്റ്റുഡൻസിന് അവർക്ക് ഇനി ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഡിഗ്രി എടുക്കാം, ഒരു പ്രയാസമില്ല. കാരണം ഈ സബ്ജക്ട്സ് തന്നെയാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. ഈ സബ്ജക്ട്സ് തന്നെയാണെന്ന് മാത്രമല്ല, ഇതിന്റെ കൂടെയുള്ള അഡീഷണൽ ആയിട്ട് ഒരു ലാംഗ്വേജ് മാത്രമേ പഠിക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് +2 കഴിഞ്ഞിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ആണ് ഈ ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുന്നത്. 21ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 20ാമത്തെ വയസ്സിൽ 21ാമത്തെ വയസ്സിൽ ക്വാളിഫൈ ചെയ്യും. ഞങ്ങൾ 21ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങള് CMAക്ക് ജോയിൻ ചെയ്ത് ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ, CMAക്ക് 3 വർഷം എടുക്കുകയല്ലേ, ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഏജ് ആവും. അപ്പൊ ഇപ്പോഴുള്ള യങ് പ്രൊഫഷണൽ കോസ്റ്റ് അക്കൗണ്ടൻസിനെ കാണുമ്പോൾ എനിക്കൊക്കെ കുശുമ്പ, സത്യം പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ലല്ലോ, അവസരം കിട്ടിയില്ല. അന്ന് ഡിഗ്രിക്ക് ശേഷമേ പറ്റുള്ളായിരുന്നോ? അങ്ങനെയല്ല പറ്റുള്ളൂ. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ICAIയുടെ ഭാഗത്തുനിന്ന് ഈ CMA സ്റ്റുഡൻസിനുണ്ടോ? CAയുടെ കേസിൽ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് മൈനോറിറ്റീസിന്. നമുക്ക് ഈ എന്താണ് ഈ ഗ്രാന്റ് കിട്ടും. നമുക്ക് ഇപ്പൊ പ്രത്യേക കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മൈനോറിറ്റി ഏരിയ മൈനോറിറ്റി സെക്ടറിലുള്ളവരാണെങ്കിൽ, ഇനി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫീസിനകത്തൊരു സബ്സിഡി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ദേശം ഈ ഒരു കോഴ്സിനെ കുറിച്ച് എല്ലാ തരങ്ങളിലും എത്തുക, അല്ലാതെ കാശുള്ളവർ മാത്രമല്ല എല്ലാ സ്റ്റുഡൻസും. അതുകൊണ്ടാണ് ഇതുപോലുള്ള ലോ കോസ്റ്റില് ഇതുപോലൊരു ഹൈ പ്രൊഫൈല്, ഞാൻ പറഞ്ഞു ലോ കോസ്റ്റില് ഇതുപോലൊരു ഹൈ പ്രൊഫൈല് കൊടുക്കുന്നതിന്റെ റീസൺ അതാണ്. പക്ഷെ സാധാരണ ഒരു ധാരണയുണ്ട്, അഡ്മിഷൻ ഫീ കൂടിയാലേ നല്ലതുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയാലും കോസ്റ്റ് അക്കൗണ്ടൻസി ആയാലും കമ്പനി സെക്രട്ടറിഷിപ്പ് ആയാലും ഫീസ് വളരെ കുറവാണ്. പക്ഷെ നിങ്ങളൊരു മാർക്കറ്റ് ഇറങ്ങി നോക്കിക്കോളൂ, ഇവരുടെ വില എന്ന് പറയുന്നത് CMA അഷിത ബാബു പറഞ്ഞ പോലെ റെസ്പെക്ട് ഫ്രം ദ കമ്മ്യൂണിറ്റി, റെസ്പെക്ട് ഫ്രം ദ സൊസൈറ്റി, അത് തന്നെ വലുതാണ്. കാശ് മാത്രം നോക്കിയിട്ട് കാര്യം. ഇതിപ്പോ ഒരു MBAക്കൊക്കെ ചേർന്ന് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാൽ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് ആവുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോ ഇത് 2-2.5 ലക്ഷം രൂപയും കൊണ്ട് CMA പാസ്സാകാൻ പറ്റും നമുക്ക്, എല്ലാ ചെലവും കൂടെ. തീർച്ചയായിട്ടും ഈ കോച്ചിങ് ഫീ, അതായത് ഫോർവേഡ് അക്കാഡമിയുടെ കോച്ചിങ് ഫീ കൂടെ ചേർത്തിട്ട് പോലും നമുക്ക് കോസ്റ്റ് MBAയുടെ അത്രയും കോസ്റ്റ് വരുന്നില്ല. അതാണ് ഈ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ ആകെ മുടക്കേണ്ടത്, നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ചെലവാക്കേണ്ടത് നിങ്ങളുടെ സമയം മാത്രമാണ്. പിന്നെ ആർട്ടിക്കിൾഷിപ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ സ്റ്റൈഫൻഡ് കിട്ടുമോ? എങ്ങനെയുണ്ട്? സമയത്ത് സ്റ്റൈഫൻഡ് ഉണ്ട്. ഞാൻ പറയാം, ഞാനിവിടെ കോട്ടയത്തെ ഓഫീസിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയാൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഫൈൽ നോക്കിയാൽ, പ്രോസ്പെക്ടസ് നോക്കിയാൽ 1000, 2000, 3000 എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2500 ആണ് സ്റ്റൈഫൻഡ് കൊടുക്കുന്നത്. നമുക്ക് അപ്പൊ സ്റ്റുഡൻസിന് വർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണം. വലിയ ഫേംസിൽ ഇന്റർനാഷണൽ ഫേംസിലൊക്കെ പോയാൽ അതിലും കൂടുതൽ സ്റ്റൈഫൻഡ് കിട്ടും. പക്ഷെ സ്റ്റൈഫൻഡ് അങ്ങനെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സ്റ്റൈഫൻഡ് കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഒരു 8000, 6000, 8000, 10,000 വരെയൊക്കെ സ്റ്റൈഫൻഡ് ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് കിട്ടാം. ഞങ്ങൾ കൊടുക്കുന്നത് 2500 ആണ്. പിന്നെ ആർട്ടിക്കിൾഷിപ്പ് സാർ പറഞ്ഞു ഈ പ്രാക്ടീസ് ചെയ്യുന്ന CMAക്കാരുടെ ചെയ്യാം, അതുകൂടാതെ കമ്പനികളിൽ ചെയ്യാം. അത് കമ്പനികൾ എന്ന് പറയുന്ന മാനുഫാക്ചറിങ് കമ്പനീസിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതെയോ മറ്റ് സ്ഥാപനങ്ങളിലും ചെയ്യാൻ അവസരം കിട്ടുമോ? ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. മാനുഫാക്ചറിങ് കമ്പനീസിൽ മാത്രമല്ല, സർവീസ് സെക്ടറുള്ള കമ്പനീസിൽ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള അല്ലെങ്കിൽ കോസ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന കമ്പനികൾ, ആ കോസ്റ്റിംഗ് ഫീൽഡ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. കോസ്റ്റിംഗ് ഫീൽഡ് ഉള്ള ഏത് കമ്പനികളിലും, സർവീസ് സെക്ടർ ആയാലും മാനുഫാക്ചറിങ് സെക്ടർ ആയാലും, എവിടെ 2 സെക്ടറിലേ ഉള്ളൂ, എവിടെയാണെങ്കിലും നമുക്ക് ആ എക്സ്പീരിയൻസ് മതി. 15 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2017 GST ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഈ ഫീൽഡിൽ ഒന്നുകൂടെ സ്കോപ്പ് കൂടിയതായിട്ടും സാറ് സൂചിപ്പിച്ചു അല്ലേ?
കാരണം GST ഇംപ്ലിമെന്റ് ചെയ്തപ്പോ ഗവൺമെന്റ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയോടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയോടുമാണ്. അപ്പൊ ഇതിന്റെ ലോ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് അറിയാം, ദീസ് പീപ്പിൾ നോ GST വെരി വെൽ, ഇവർക്ക് GST വളരെ നന്നായിട്ട് അറിയാം എന്ന് ഗവൺമെന്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടുണ്ട്. ആർക്കെങ്കിലും പങ്കെടുക്കുന്നവർക്ക് അഭിപ്രായം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട് ചാറ്റ് ബോക്സിൽ ഇടാം. സാർ അതിന് മറുപടി പറയും. സാർ ഞാനെന്നാ ഈ ഷെയർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ. ദിവ്യ മാം ഷെയർ റിമൂവ് ചെയ്തോ സുരേഷ്? ആരും ഡൗട്ടൊന്നും ചോദിച്ച് ഇതുവരെ ചാറ്റ് ബോക്സിലൊന്നും അങ്ങനെ ഡൗട്ടായിട്ട് വന്നില്ല. എനിക്ക് തോന്നുന്നു സാർ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തത്. CMA USA ഒന്ന് പറയാമോ എന്ന് ഷാരൂഖ് ഖാൻ ചോദിച്ചിട്ടുണ്ട് സാർ. CMA USA ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ കോഴ്സുകളെയും ഡ്യൂ റെസ്പെക്ടോടുകൂടി കാണുന്ന ആളാണ്. CMA USA എന്ന് പറയുന്നത് CMA ഇന്ത്യയും CMA US രണ്ടാണ്. CMA USAക്ക് 2 ലെവലാണ് ഉള്ളത്, ലെവൽ 1 ആൻഡ് ലെവൽ 2. പക്ഷെ ലെവൽ 1 ലെവൽ 2 എന്ന് പറയുന്നത് ഒറ്റ സബ്ജക്ട് അല്ല, 12 സബ്ജക്ടോളം ഉണ്ട്. എനിക്ക് അതിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, CMA ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേഷൻ ആണ്, CMA US എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്. ആ ഡിഫറൻസ് എനിക്കറിയാം. സാർ CMA USAക്ക് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പൊ ആ വെബിനാറിലേക്ക് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. CMA USA നമ്മൾ ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമുക്കതിന് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് അതിനകത്തേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. സാർ പറഞ്ഞ പോലെ തന്നെ 2 പോർഷൻ ആയിട്ടായിരിക്കും, 2 പാർട്ടായിട്ടാണ്, പാർട്ട് 1 പാർട്ട് 2 എന്ന്. അപ്പൊ നമ്മൾ ഇപ്പം അഡ്വർടൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടിട്ടുണ്ട് 6 മാസം കൊണ്ട് ക്വാളിഫൈ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾക്ക് ആദ്യത്തെ ഒരു 6 സബ്ജക്ട് ചേരുന്നതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയാം. ആ ഫസ്റ്റ് പാർട്ട് പെട്ടെന്ന് പഠിച്ചു തീരുന്ന ഒരാളെ സംബന്ധിച്ച് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാം. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്. വിത്തിൻ 1 ഇയർ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമ്മളൊരു വെബിനാർ തന്നെ ചെയ്യുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഇദ്ദേഹത്തെ ഞാൻ കോൺടാക്ട് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാം. കാരണം ഇനിയിപ്പോ കോഴ്സ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല സമയമായി. അപ്പം നമുക്കൊരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് പോവാം. ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ് കുറച്ച് പേര് ചോദിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പേഴ്സണൽ ആയിട്ടൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ മെസ്സേജ് വന്നതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ മെൻഷൻ ചെയ്യാതിരുന്നത്. ഫീസിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് സാർ ഓൾറെഡി പറഞ്ഞതുപോലെ ക്യാറ്റും ഫൗണ്ടേഷനും നമ്മളൊരു ഫണ്ടമെന്റൽ കോഴ്സുകളായിട്ട് 2 കോഴ്സും ഇവിടെ എടുക്കുന്നുണ്ട്. ക്യാറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോച്ചിങ് ഫീസ് വരുന്നത് 15,000 രൂപയാണ്. അതിന്റെ GST വരുന്നത് പ്ലസ് GST വരും. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സാണ് എന്നാണ്, ഫൗണ്ടേഷൻ തന്നെയാണ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 25,000 രൂപയും പ്ലസ് GSTയുമാണ് അതിന് വരുന്ന കോച്ചിങ് ഫീസ്. അതുപോലെ ഇന്റർമീഡിയറ്റിൽ നമുക്ക് ഗ്രൂപ്പ് വൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല ബോത്ത് ഗ്രൂപ്പ് ഒരുമിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് നമുക്ക് 1 ടൈം ആയിട്ട് ഫീസ് അടയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനോ അങ്ങനെ ഏത് തരത്തിൽ 0 കോസ്റ്റ് EMIയിൽ ചെയ്യാൻ വരെയുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഫീസ് ഒരുമിച്ച് കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് കോഴ്സിൽ ഈ സാറ് പറഞ്ഞ ഫീസ് ആയാൽ പോലും ഇത് നമുക്ക് 3 വർഷം കൊണ്ട് ചെലവാകുന്ന ഫീസാണ്. ഒരിക്കലും ഫസ്റ്റ് ടൈമിലേക്ക് ഇന്ന് ജോയിൻ ചെയ്യുമ്പോഴല്ല നമ്മൾ ഈ പറഞ്ഞ 2.5 ലക്ഷം രൂപ പോലും നമ്മൾ ഒരുമിച്ച് അടയ്ക്കേണ്ടുന്ന ഫീസ് അല്ല. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അതുപോലെ ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ തരാം. അപ്പം നിങ്ങൾ അതിനകത്ത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും പേഴ്സണലി ഓരോരുത്തർക്കും ഉള്ള ഡൗട്ടുകൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പം ഫീസ് എന്ന് പറയുന്നത് കേട്ട് പേടിക്കേണ്ട ആവശ്യം അങ്ങനെ അത്രയും വലിയൊരു ഫീസ് ഒന്നും ഒരു കാരണവശാലും വരില്ല. സാറ് പറഞ്ഞതുപോലെ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ഒരു ഫീസിന്റെ 1/3 പോലും ആവുന്നില്ല നമുക്ക് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ടോട്ടൽ എക്സ്പെൻസ്. അത് ടോട്ടൽ ഡ്യൂറേഷന്റെ ഉള്ളിൽ, കോഴ്സ് ഡ്യൂറേഷന്റെ ഉള്ളിൽ മാത്രം അടച്ചു തീരേണ്ടുന്ന ഫണ്ടാണ്. അത് തന്നെ നമുക്ക് പല ഘടുക്കളായിട്ട് അടയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 0 കോസ്റ്റ് EMI നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഫിനാൻസ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കോളർഷിപ്പുകൾ, ഫോർവേഡിന്റെ തന്നെ ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫോർവേഡിന്റെ തന്നെ സ്കോളർഷിപ്പുകൾ സ്കീമുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ഫീസിന്റെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും. ഒരുമിച്ച് ഫീസ് അടയ്ക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ്. നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി. അവരവർക്ക് അറിയേണ്ടുന്ന ഏത് കോഴ്സിനാണ് വേണ്ടുന്നതെന്നുള്ളത് അതെല്ലാം നമുക്ക് പറഞ്ഞു തരാം.
ഓക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 11 മണിക്ക് തുടങ്ങിയതാണ്. നല്ലൊരു ടൈം, നല്ല ലെങ്ത് ആയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ലീവ് ചെയ്തിട്ടുണ്ട്. ഉച്ച സമയം ആയതുകൊണ്ട് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ 1-2 പേര് നമുക്കറിയുന്ന ആളുകൾ ജസ്റ്റ് ഈ കോഴ്സിന്റെ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയവരുണ്ടായിരുന്നു. ഒരിടയ്ക്ക് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ സാറിന്റെ ഒരു എക്സ്പീരിയൻസും റദർ ദാൻ സാറിന്റെ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ഈ സാറ് ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്ത ആളുകളുടെ ഒക്കെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കുട്ടികൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ആ ഫീൽഡിൽ കിട്ടിയ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അവരുടെ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അവർക്ക് കിട്ടിയ ഒരു സാലറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ജെന്യൂനിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത് കുട്ടികൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സാറിന് അതിന് ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു സർ. അതുപോലെ തന്നെ അവർക്ക് ഒരു സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു റെപ്യൂട്ടേഷൻ, അത് ആ ഒരു പേഴ്സണെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സൊസൈറ്റിയിൽ അവരെങ്ങനെയാണ് അറിയപ്പെടാൻ പോകുന്നത്. അപ്പം നാളെ ഈ പറഞ്ഞതുപോലെ ഒരു ആഷിത ബാബുവോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിലീപോ ആയി തീരാൻ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് സെഷനിലേക്ക് പോവാണ്. സാറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഇത്രയും വിലപ്പെട്ട സമയം, എനിക്കറിയാം സാറിന്റെ ക്ലാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് സാർ ഇന്നൊരു സമയം നീക്കി തന്നത്. അപ്പോൾ സാറിന് അതൊരു പ്രത്യേകം നന്ദി ഫോർവേഡിൻ്റെതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു സാർ. അതുപോലെ ബിനോയ് സാറും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ക്ലാസ്സും എക്സാമും ഒക്കെ തീർന്നിരിക്കുന്ന സമയമാണ്. എന്നാലും സാറ് ഇത്രയും ടൈം ഇതിന്റെ കൂടെ ഇരുന്ന് സാറിന്റെ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ്. സാറിന്റെ കുട്ടികളും അതിനകത്ത് ജോയിൻ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഈ കോഴ്സിനെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട്. സാർ ഇതുപോലെ തന്നെ എല്ലാ കോഴ്സിലും നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് ബിനോയ് സാർ. അപ്പൊ ബിനോയ് സാറിനും പ്രത്യേക നന്ദി. ഇന്നും നമ്മുടെ കൂടെ തന്നെ സഹകരിച്ചതിന്, സാറിനോട് ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തതിന്. സാറിന്റെ ഡൗട്ട് കുട്ടികൾക്ക് ഒരു ഫീൽ ഉണ്ടാവും, ഇപ്പൊ ചോദിക്കാൻ പറ്റുമോ, ചോദിക്കാവോ, അങ്ങനെയൊക്കെ അവരുടെ മനസ്സിലിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ബിനോയ് സാർ ചോദിക്കുക. അപ്പം അത് കുട്ടികൾക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ചോദിക്കണോ, എങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവോ എന്ന് അറിയത്തില്ലാതിരിക്കുമായിരുന്നു, അപ്പോഴാണ് സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞു. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് സാറിന്റെ ഒരു സെഷൻ എങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാന്ന് പറയുമ്പോഴേ. എനിക്കും പേഴ്സണലി കുറെ അറിവ് കിട്ടാൻ സാധിച്ചു. അതുപോലെ കുട്ടികൾക്ക് ഞാൻ വഴി അറിവ് കിട്ടി പലർക്കും കൈമാറാനും പറ്റും. ഇതിലിരിക്കുന്ന പലർക്കും ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പം മുന്നോട്ട് വരാൻ മടിയായിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സാറിന്റെ ഇന്ററാക്ഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് അറിയുന്നു. അപ്പം താങ്ക് യു സർ. നാളെ നമുക്ക് ACCA കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ACCA അഖിൽജിത്ത് ആണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം സാറിന്റെ സെഷനിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽസും അറിയുക. നമ്മുടെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ അഭിരുചിക്ക് ഏറ്റവും അതിനനുസരിച്ചുള്ള ഒരു കോഴ്സ് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് തിരഞ്ഞെടുക്കുക. +2 കഴിഞ്ഞിട്ട് ഇപ്പൊ കിട്ടുന്ന ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. നമ്മുടെ ഫ്യൂച്ചർ എങ്ങോട്ടേക്ക് പോകണമെന്ന് നമ്മൾ ആ ഡീവിയേഷൻ എങ്ങോട്ടാണെന്ന് ഇപ്പൊ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ നാളുകൾ എങ്ങനെയാണ്, നമ്മുടെ ഭാവി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു നല്ല ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ, നല്ലൊരു പ്രൊഫഷൻ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവരെയും നാളെ ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നമ്മൾ. താങ്ക് യു വെരി മച്ച്. I wish all the best to all participants. Thank you very much. സാറേ പ്രത്യേകം നന്ദി കേട്ടോ, ഇത്രയും കാര്യങ്ങള് പങ്കെടുത്ത എല്ലാവർക്കും. Thank you sir. Thank you very much. Mr. Thank you. Thank you sir.